അനുഗ്രഹങ്ങളൊക്കെയും എനിക്ക് തന്നിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കാലവും ഇവിടെ കടന്നു വന്ന് പ്രസംഗിപ്പാൻ കർത്താവ് ഒരുക്കിയ ആവിധങ്ങൾക്കായി സ്തോത്രം ചെയ്യാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവ് നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചിന്തയ്ക്കാരും എടുത്ത വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 12 വാക്യം 12 13. ഇന്ന് ചിന്തയ്ക്ക് ആരംഭമെടുത്ത വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 12 13. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആറ് തടുക്കും. നമുക്ക് കണ്ണുകളയ്ക്കാം, പ്രാർത്ഥിക്കാം, ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഈ വചനത്തപ്പന്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് നല്ല ആലോചനക്കനായി കൂടെ ഇരുന്ന് മക്കളോട് പ്രസംഗിപ്പാൻ ആലോചനകൾ പറയുവാൻ അവരോട് വിലപ്പെടുന്ന വിധങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ നിമിഷം കർത്താവ് ഞങ്ങൾ നമ്മുടെ ഓരോ പ്രവൃത്തികളെ പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ആ പ്രവൃത്തി തടുക്കാൻ ആർക്കും കഴിയത്തില്ലല്ലോ കർത്താവ്. അങ്ങ് ഞങ്ങൾക്ക് ചെയ്യുന്ന ഓരോ വിടുതലുകളെയും തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല കർത്താവേ. എന്റെ പപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. അവരെ കാലിബാധങ്ങളുടെ ജീവിതത്തില് മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. അനേകർക്ക് അനുഗ്രഹമാക്കി, അനേകർക്ക് വിടുതലാക്കി ദൈവം തീർക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇനി ആർക്കും വരുവാനാകെ എല്ലാം തക്ക സമയത്ത് കടന്നു വരുവാൻ ഇവിടെ നിങ്ങളുടെ യാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിൻ നാമത്തിനെ ആമേൻ. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 43 ഹല്ലേലൂയ 13 12 13 വായിച്ചത്. എടുക്കാൻ ആഗ്രഹിച്ച വാക്യം ഇതാ. ഹല്ലേലൂയ. ഞാൻ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആറ് തടുക്കും. ഹല്ലേലൂയ. നോക്കണമേ, നമ്മുടെ ദൈവപ്രതി തടുക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്താൽ, ദൈവം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിന് തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അതിന് റോമർക്ക് ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നമ്മുടെ ദൈവം എല്ലാം ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ ഒരിക്കലും ദോഷം പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഗ്രഹിച്ച നന്മകളാ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശത്രുവായവൻ പലപ്പോഴും ഈ നന്മകളെ പലപ്പോഴും ഒരുക്കി വെക്കുമ്പോൾ ശത്രുവായൻ പലപ്പോഴും നമുക്ക് തടസ്സങ്ങൾ ചെയ്ത് നമ്മെ പലപ്പോഴും ആ ശത്രുവിൻ്റെതായ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുമ്പോൾ, എന്നാൽ ഈ ദിവസങ്ങൾ നാം പ്രാർത്ഥനയോട് മുന്നോട്ട് വന്ന് പ്രാർത്ഥനയാകുന്ന ദൈവസ്ഥാനിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ ആ ദൈവം തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം നമുക്കൊന്ന് ചെയ്താൽ അത് ആർക്കും പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, വചനം പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗമുണ്ട്, അതെ, ദൈവം വാതിൽ തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവിടെ പറഞ്ഞു, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം ഒരു വാതിൽ തുറന്നാൽ ആ വാതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ പിശാച് അതെ അടയ്ക്കുന്നതൊക്കെയും ദൈവത്തിന് പിശാച് അടയ്ക്കുന്നതൊക്കെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. എന്നാൽ ദൈവം അടയ്ക്കുന്ന വാതിൽ തുറക്കുന്ന ആർക്കും ദൈവം പ്രവർത്തിക്കാതെ ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിന് മാത്രമേ അത് പ്രവർത്തിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അതിനെ പൂട്ടിയടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ കഴിയുള്ളൂ. പറഞ്ഞു, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതിനെ ഹല്ലേലൂയ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്നൊരു ഈ മോർണിംഗ് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതേ ശത്രുവാൻ അടച്ചു വെച്ചിരിക്കുന്ന മേഖലകൾ കാണാം, തടസ്സം ചെയ്ത മണ്ഡലങ്ങൾ കാണാം, മുന്നോട്ട് വരുവാൻ കഴിയാതെ ബിസിനസിനെ തകർത്ത് കളഞ്ഞ മേഖലകൾ, ഇവർക്കല്ല വിദ്യാഭ്യാസ തകർത്ത് കളഞ്ഞ മേഖലകൾ, അത് ആത്മമണ്ഡലത്തിൽ തകർത്ത് കളഞ്ഞ മേഖലകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാം. ഇവിടെ പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആറ് തടുക്കും. ഹല്ലേലൂയ. അതിന് ഇന്ന് രാത്രികാലം, ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളെ, അതേ ഇവർക്കെല്ലാം നിന്റെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്റെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ഇന്ന് പകൽക്കാലം മോർണിംഗ് മെസ്സേജിൽ പറയട്ടെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ ദൈവം സകലവും സാധ്യമാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. സകല കാര്യവും നമുക്ക് വേണ്ടി നന്മയ്ക്കായി കൂടി നമുക്ക് വേണ്ടി ചെയ്തിരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയുവാൻ കഴിയുന്നത്. റോമർക്ക് ലേഖനത്തിൽ ഭാഗമുണ്ട്. റോമർക്ക് ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം സകലവും നന്മയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എല്ലാ പുതിയ വാതിലുകൾ തുറക്കുന്ന ദൈവമാ. സ്തോത്രം കർത്താവേ. നമ്മുടെ ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തെ നാം സ്നേഹിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നാം അടുത്തു കഴിഞ്ഞാൽ, ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അതെ പ്രവർത്തിച്ച് ഹല്ലേലൂയ ദുഷ്ടന്റെ പദ്ധതിയെ തകർത്ത് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. ഹല്ലേലൂയ. അതെ റോമർക്ക് ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ
31 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ നോക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അനുകൂലമായി കൂടെയുണ്ടെങ്കിൽ ഒരു തടസ്സങ്ങൾ എല്ലാ തടസ്സങ്ങളെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നോക്കണമേ. സങ്കീർത്തനക്കാരെങ്കിലും പറയുന്നു, ഹല്ലേലൂയ, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. മനുഷ്യനോട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. സാധാരണ പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ ദുഷ്ടപോരാട്ടങ്ങൾ അടിച്ച് അത് വെല്ലുവിളികളായി എഴുന്നേറ്റ് വരുന്ന മണ്ഡലങ്ങൾ കാണാം. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമായി കൂടെ ഉണ്ടെങ്കിൽ നാം പേടിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. ദൈവം അനുകൂലമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമായി കൂടെ ഉണ്ടെങ്കിൽ ഏത് തടസ്സങ്ങളെ തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇത് വിശ്വാസമുണ്ട്? ഈ രാവിലെ കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റുവാൻ എന്റെ ദൈവം കൂടെയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തടസ്സങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് പകൽ തടസ്സങ്ങൾ വെട്ടിമാറ്റുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതേ ബ്ലസ്സി എന്നൊരു സഹോദരനോട് ദൂത് പറയുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ പല തടസ്സങ്ങളായി എഴുന്നേറ്റ് വരുന്ന മാനുഷ്യകരങ്ങളുണ്ട്. ഹല്ലേലൂയ. കുറെ നാളുകളായി തടസ്സങ്ങളായി വെല്ലുവിളികളായി നിന്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന മണ്ഡലങ്ങളുണ്ട്. ഹല്ലേലൂയ. എത്ര തന്നെ നീ ആരാധിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾക്ക് മറുപടി കാണുവാൻ കഴിയാതെ ദുഷ്ടനായി ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതേ സഹോദരി, എന്നോട് ആത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ജീവിത തടസ്സങ്ങൾ പകൽക്കാലം അഴിയുന്ന ഒരു സമയമാ. ഹല്ലേലൂയ. നിനക്കെതിരെ എഴുന്നേറ്റ് ദോഷങ്ങളെ രാത്രികാലം അതേ പകൽക്കാലം വെട്ടിമാറ്റുന്ന ഒരു സമയമാ. ഹല്ലേലൂയ. പല നാളുകളായി ദുഷ്ടപോരാട്ടങ്ങൾ വല്ലാതെ കുരുക്കി വെച്ച് നിന്റെ ബിസിനസ് മേഖലയെ തകർത്ത് കളഞ്ഞ് നീ എടുക്കുന്ന തീരുമാനങ്ങളെ തകർത്ത് കളഞ്ഞ് ഒരു സ്റ്റെപ്പ് പോലും നിനക്ക് മുൻപേ കാലെടുത്ത് വെക്കുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ മനസ്സിൽ കയറി വരുന്ന ദോഷങ്ങൾ ഇന്ന് പകൽക്കാലം അതെ അഴിക്കുവാനായിട്ട് പോകുകയാണ്. ആത്മാവിന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ഏതോ നിലവാരക ശത്രുവാൻ കെട്ടിവെച്ച മുഖങ്ങളെ ഇന്ന് സിസ്റ്ററെ പൊട്ടിച്ച് മാറ്റുക എന്റെ കർത്താവിന് കഴിയും. കേട്ടോ, നിനക്കെതിരെ വാദിച്ചു കൊടുക്കുന്ന വാദഗതികളെ, നിന്നെ മുന്നോട്ട് വിടുക വെല്ലുവിളിച്ച് വാദിക്കുന്ന ചില കെട്ടപ്പെട്ട അവസ്ഥകളെ ഇന്ന് പകൽക്കാലം അഴിച്ചു മാറ്റി നിന്നെ പുറത്തെടുക്കുവാൻ എന്റെ ദൈവത്തിനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആത്മാവ് ദൂത് പറയുന്നുണ്ട്. കേട്ടോ, ഹല്ലേലൂയ. എവിടെയൊക്കെയോ ഞാൻ പലപ്പോഴും അന്യായ ബന്ധനങ്ങളാൽ മുഖങ്ങളാൽ ബന്ധിച്ചു വെച്ച് അതേ രഹസ്യത്തിനെ മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വാദിക്കുന്ന രഹസ്യ നീ എടുക്കുന്ന പ്ലാനുകളെയും പദ്ധതികളെയും ദുഷ്ടൻ പലപ്പോഴും തടസ്സങ്ങളാക്കി എഴുന്നേറ്റ് വന്ന് ശബ്ദ തടസ്സം ചെയ്യുമ്പോൾ ഇന്ന് ആത്മാവ് പറയുന്നു, ഇതാ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നുണ്ട്. കേട്ടോ, പ്രാർത്ഥിച്ചോ. ദൈവം നിനക്ക് വേണ്ടി ഇതിന് പകൽക്കാലം പ്രവർത്തിക്കുന്ന ഒരു സമയമാ. അതേ ദൈവം നിനക്ക് വേണ്ടി പകൽക്കാലം പ്രവർത്തിക്കുന്ന ഒരു സമയമാ. ഇന്ന് രാത്രി പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവം അത് ചില വഴികൾ തുറക്കുവാനായിട്ട് പോകുന്നുണ്ട്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയുകയാ. നന്മ ദൂത് പറയുന്നുണ്ട്. ചില കടലാസുകൾ നിനക്ക് ശരിയാക്കി തരും. ചില മേഖലകളിൽ വിള്ളലുകളെ മാറ്റിയെടുത്ത് തടസ്സങ്ങളെ മാറ്റിയെടുത്ത് നിന്നെ പുറത്തെടുക്കുക എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. നീ മാനുഷ്യ ആലോചനയ്ക്ക് മുമ്പാകെ ഭയപ്പെട്ടു പോകാതെ അതേ ദൈവീയ ആലോചനയ്ക്ക് വേണ്ടി ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുട്ടുമടക്കുവാൻ തയ്യാറായിക്കോ. ഇന്ന് രാത്രി പകൽക്കാലം പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഇതാ വഴി തുറക്കുന്ന ഒരു കരമുണ്ട്. നിനക്ക് വേണ്ടി ഓപ്പണായ ഡോറുകൾ തുറക്കുവാനായിട്ട് പോകുന്നു. നിന്റെ ദോഷമായി എഴുന്നേറ്റ് വന്ന ശത്രുവിന്റെ മണ്ഡലത്തെ മാന്ത്രിക ശക്തികളെ ഇന്ന് പകൽക്കാലം പൊട്ടിച്ചു മാറ്റുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുള്ള ആലോചനയായി വെളിപ്പെടുത്തുകയാ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കേട്ടോ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ഹല്ലേലൂയ. എന്റെ പ്രവൃത്തിയെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. രഹസ്യം നമ്മുടെ ദൈവം മാനുഷികമായ കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവമാ. നിനക്കെതിരെ കടന്നു വരുന്ന ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നോക്കണമേ, എന്തെല്ലാം പ്രതികൂലങ്ങൾ പല ഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ സമയമായ തടസ്സങ്ങളെ മാറ്റിയെടുത്ത് അതേ രഹസ്യ പുതിയ പന്താവിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ദാവീദിന്റെ തകർത്തുകളെ പല പദ്ധതികളും പലപ്പോഴും അഴിച്ചു വിട്ടപ്പോഴും ദാവീദിന്റെ പ്രാർത്ഥന പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്ത് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് ദൈവത്തോട് വിഷയങ്ങളെ പറഞ്ഞപ്പോൾ ദൈവം അവന് അനുകൂലമായി കൂടെ ഇരുന്നു. ഹല്ലേലൂയ. എങ്ങനെ അഭിഷേകം തകർക്കുവാൻ അവനെ പലപ്പോഴും ഹല്ലേലൂയ അവന്റേതായ വിശ്വാസം തകർത്ത് കളയുവാൻ അവന് ദൈവമാണവ തകർത്ത് കളയുവാൻ ദുഷ്ടം പല തകർത്ത് നിർത്തുന്ന അവസ്ഥകൾ തടസ്സങ്ങളായി എഴുന്നേറ്റ് വരുന്ന പ്രതികൂലം ഉണ്ടായിരുന്നു എന്ന ദൈവം പറയുന്നില്ല. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദുഷ്ട തടസ്സങ്ങളെ മാറ്റിയെടുത്ത് അവൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, നിന്നാ ഞാൻ പടക്കൊടുന്നതിന് പാഞ്ചെല്ലും, നിന്നാ ഞാൻ മതിൽ ചാടിക്കിടക്കും. നോക്കണമേ, തടസ്സങ്ങൾ അവൻ പൂർണ്ണമായി മാറ്റിയെടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ മുമ്പ് പ്രതിസന്ധികൾ അതേ ദൈവം മാറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഏതൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെ മാറ്റി ഒരു പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കേട്ടോ, ഹല്ലേലൂയ. രഹസ്യത്തവർക്ക് വിശ്വാസമുണ്ട്. ഇന്ന് പകൽക്കാലം അതേ അവന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചു, തടസ്സങ്ങളെ മാറ്റിയെടുത്തു. അതേ രഹസ്യം അവന്റെ മുഖത്തേക്കും ആദരിച്ചു. നാൾ ഒറ്റപ്പെട്ട ഇരട്ടിയായുള്ള അനുഭവങ്ങൾ യോബിന്റെ ജീവിതത്തിൽ കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ അനേക തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അവൻ കഷ്ടത വന്നു, പൈതാകം വന്നു, നഗ്നത വന്നു, അത് എന്തെല്ലാം അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ
അവൻ ദൈവം അവന്റേതായ തടസ്സങ്ങളെ മാറ്റി അവനെ പുറത്തെടുത്തു. ഹാലീശാനുള്ള പ്രതിസന്ധികൾ, അവന് കൊടുങ്കരസമായ വിഷയങ്ങൾ അവന്റെ പടകിന് നേരെ വന്നപ്പോൾ ഹല്ലേലൂയ, ഇനി ഒരു രക്ഷയുമില്ല, മുന്നോട്ട് പോകുവാൻ കഴിയത്തിന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ നിന്ന് ആ തടസ്സത്തെ മാറ്റിയെടുത്ത് ദൈവം അവനെ പുറത്തെടുത്ത സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീ മരിച്ചു പോകേണ്ടവനല്ല. മരണത്തിന്റെ കെട്ടുകൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, മരണകരമായ അവസ്ഥകൾ അതേ ഹല്ലേലൂയ പൗലോസിനെ പലപ്പോൾ ബന്ധിക്കുവാൻ കടന്നു വന്നപ്പോൾ, നോക്കണമേ ആണലി അവന്റെ കയ്യിലേക്ക് ചുറ്റിക്കിടന്നു. വെറുതെ ആ തകർത്തുകളെ പദ്ധതികൾ ഒരുക്കി. പക്ഷെ ആ തടസ്സത്തെ ദൈവം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ, ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, മകൾക്ക് ഞാൻ പറയട്ടെ, ഏത് ഭക്തന്മാർക്കെതിരെയോ പ്രാർത്ഥിക്കുന്ന മക്കൾക്കെതിരെയോ എന്തിന്റെ പ്രതികൂലങ്ങൾ വന്നാലും എന്റെ ദൈവം അതിനെ പൂർണ്ണമായി മാറ്റിക്കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ, നോക്കണമേ, പൗലോസിന്റെ ജീവിതത്തിൽ ദോഷമായിട്ടൊന്നും വന്നില്ല, ദോഷമായിട്ടൊന്നും കൊടുത്തു വരുത്തി തീർത്തില്ല. ദൈവം അവനെ പിടിപ്പിച്ച് പുറത്തെടുക്കുവാനിടയായി തീർന്നു. എന്റെ ദൈവം വന്നേക്കും അനന്യനാണ്, അവൻ വാക്കുമാനാത്തവനാണ്. അവൻ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യം അവരോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, മാനുഷ്യ പദ്ധതികൾ പലപ്പോഴും നമുക്കെതിരെ കടന്നു വരാം. അതിനെ ഇന്ന് പകൽക്കാലം മാറ്റി വെച്ചിട്ട് അതെ ഇന്ന് പകൽ പൊന്നിന് നടത്തുന്ന ഒരു കരമുണ്ട് കേട്ടോ. എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമുക്കറിയാം വിഭാഗത്ത് ഇങ്ങനെയുണ്ട്, ദൈവം തടുക്കുന്ന ഒരവസ്ഥ. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 20-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ ഭാഗമുണ്ട്. അതിന് ദൈവ സ്വപ്നത്തെ അവനോട്, നീ ഇത് ഹൃദയപരമാർത്ഥതയോട് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. നോക്കണമേ, പാപം ചെയ്യാതിരിപ്പാൻ ദൈവം തടുക്കുന്ന ഒരവസ്ഥ അവിടെ കാണുവാനായിട്ട് കഴിയും. അതെ, ഇനി പാപത്തിന്റെ അവസ്ഥയാണ് പോകുന്നറിഞ്ഞപ്പോൾ, നോക്കണമേ, ഇനി മുമ്പിലോട്ട് അവസ്ഥ പാപത്തിലേക്കാണ് മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ വചനം പറയുന്നുണ്ട്. അതെ, അവിടെ പറയുന്നു, അബീമേലെക്കിനോട് പറയുന്നുണ്ട്. അതെ, അതിന് ദൈവ സ്വപ്നത്തെ അവനോട് പറയുന്നു, നീ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? പാപമാണ് നീ ചെയ്യുന്നത്. ഹല്ലേലൂയ, നീ ചെയ്യുന്നത് ഹൃദയപരമാർത്ഥതയോടെ അല്ല, നീ ചെയ്യുന്ന പാപമാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം അവനെ തടുത്തു. നോക്കണം, നീ ഇത് ഹൃദയപരമാർത്ഥയോട് ചെയ്തിരിക്കുന്നു ഞാൻ അറിയുന്നു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്നെ തടുത്തു. അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന, അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്ക് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിൽ സൂര്യന് മധ്യേ കുടിയിരുന്ന് ഗെരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറായെ കുറിച്ച് അവളിന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. നോക്കണമേ, പെങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുക. അവന് പേടിയ, ഭാര്യ എന്ന് പറഞ്ഞ് തട്ടിയെടുക്കും. അതുകൊണ്ട് അവൻ പേടിച്ച് പെങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെ, നോക്കണം, അടുത്ത് പറയുന്നു, അബ്രഹാം ഗെരാർ രാജാവ് അബീമേലെക്ക് ആളെ സാറയെ കൊണ്ടുപോയി. എന്ന രാത്രി ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്ന് അവനോട് പറയുന്നുണ്ട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും. അവിടെ ഒരു പുരുഷന്റെ ഭാര്യയെ നോക്കണം, പാപം ചെയ്തു. ഹല്ലേലൂയ, പാപം ചെയ്തു. അതുകൊണ്ട് പാപം നിനക്ക് ഹേതുവായി വരും. നീ അബ്രഹാമിന്റെ ഭാര്യയാണ് നീ കയ്യിലെടുത്തിരിക്കുന്നത്. നീ ചെയ്തത് പാപമാണ്. അവിടെ വചനം പറയുന്നു, ഞാൻ ഇപ്പോൾ എടുത്ത 20-ാം വാക്യത്തിൽ പറയുന്നു, അതെ, നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ദൈവം എന്നെ തടുത്തു. നോക്കണമേ, പാപത്തിൻ്റെതായ അനുഭവത്തിലേക്ക് വിട്ടുകൊടുക്കാതെ വേണം. നീ ചെയ്യുന്നത് അന്യ ഭാര്യയാണ് മോഹിച്ചെടുത്തിരിക്കുന്നത്, അത് തെറ്റാണെന്ന് പറഞ്ഞ് അവന് വിലക്കുവാനിടയായി. നമ്മുടെ ദൈവം അങ്ങനെയാ, ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ. തെറ്റ് വരുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അവസാന നിമിഷമെങ്കിലും നമ്മുടെ ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ, നമ്മുടെ ദൈവം മാനസികവും അതിലെ ബന്ധനങ്ങളെ പൊട്ടിക്കുന്നവനാ. അതെ, നീ എന്തെങ്കിലും പ്രതികൂലത്തിൽ അകപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അവസാന നിമിഷം ആ തടസ്സത്തെ മാറ്റി ദൈവം പുറത്തു കൊണ്ടുവരുന്നു. നോക്കണം, പറയുന്നു, പാപം ഇതാ വാതിൽ കിടക്കുന്നു, പാപം ചെയ്യുന്നു മനസ്സിലാക്കി ദൈവം പറയുന്നു, ഇതാ നീ അത് മാറിക്കളയണം. ദൈവം ആലോചന കൊടുക്കുക, നീ പാപത്തിലാണ് കിടക്കുന്നത്, പാപത്തിന് മുഖത്തിലാണ് ആയിരിക്കുന്നത്. ദൈവം നീ ദോഷമാണ് ചെയ്യുന്നത്, അത് പാടില്ല എന്ന് പറഞ്ഞ് വിലക്കി അതിനെ തടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം എപ്പോൾ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, ശത്രു വരുന്നത് തകർക്കുവാനും മുടിക്കുവാനും കൊള്ളയടിക്കുവാനും വരുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായി ഉണ്ടാകുവാനാണ് വന്നത്. നമ്മുടെ ശത്രു വരുന്നത് അല്ലെ ഭവനങ്ങളെ പൊളിച്ചു കളയുവാനാണ് വരുമ്പോൾ എന്റെ ദൈവം വരുന്നത് ഭവനങ്ങളെ പണിയുവാനാണ് വരുന്നത്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പറയുന്നു, നീ ചെയ്തത് പാവമാണ്, അതിനെ ദൈവം തടുക്കുവാനിടയായി. ഹല്ലേലൂയ, തടുത്തു മാറ്റുവാനിടയായി, ദൈവം തടസ്സം ചെയ്യുവാനിടയായി. നീ ചെയ്യുന്നത് പാവമാണ് എന്നോട് പറഞ്ഞു കൊടുക്കുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവത്തിനെ ചിലപ്പോൾ നമ്മൾ ഏത് പാപം ചെയ്യുമ്പോൾ, ചിലപ്പോൾ എന്തെങ്കിലും അരുതാത്ത വഴികൾ നടക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധന്മാർ നമ്മോട് പറയാറുണ്ട്, തെറ്റാണ്, അത് ചെയ്യുവാൻ പാടില്ല എന്ന് നമ്മളെ ഹൃദയത്തിൽ ദൈവം പറയാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോട് പോകുന്ന അറിയപ്പോൾ ദൈവം പെട്ടെന്ന് പറയും, അയ്യോ നീ ചെയ്ത് തെറ്റാ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധം നമ്മൾ വിലക്കും. സ്തോത്രം. അതൊക്കെ അങ്ങനെ ദൈവം നമ്മൾ ചെയ്യുന്ന, അതൊക്കെ ദൈവമാണ് നമുക്ക് ചെയ്യുന്നത്. ഹൃദയത്തിൽ തരുന്നത് ദൈവത്തിന്റെ ആലോചനയാണ്, അത് നമ്മൾ നിരസിക്കുവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റിനെ തിരുത്തി മടങ്ങി വരുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ, അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മുടെ ദൈവം പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ട് അനുകൂലമാക്കി തീർത്തുന്ന ദൈവത്തെയാണ് നാം ആരാധന. നമ്മുടെ അടുത്ത ഭാഗത്തുണ്ട്, അത് 1 ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 1 ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 26-ൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ യജമാനനെ യഹോവയാണ്, നിന്നാണ് രക്തപാതകവും സ്വന്തം കയ്യിൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാന ദോഷം വിചാരിക്കുന്നവരും
നാവാനെ പോലെ ആകട്ടെ. അവിടെയും പറയുന്നു നോക്കണമേ ഹല്ലേലൂയ. അവിടെ ഒരു വാക്ക് പറയുന്നു, നീ ചെയ്യുന്നത് എന്താണ്? നീ ചെയ്യുന്ന പ്രതികാരമാ, നീ ചെയ്യുന്ന രക്തപാതകമാ, പ്രതികാരമാ. അത് ചെയ്യാതിരിപ്പോൾ നമ്മളെ തടുക്കുവാനിടയായി തീർന്നു. നോക്കണമേ, അവിടെ തടുത്തു കൊടുത്തു. നീ ചെയ്യുന്ന അത് നീ ചെയ്യുന്ന പാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നീ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവിടെ പറയുന്നു, അതെ അത് തടുക്കുവാനുടെ രക്തപാതകത്തെ പ്രതികാരത്തെ തടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതെ, നീ ദോഷം വിചാരിക്കുന്നവൻ ദോഷത്തെ ദൈവം മാറ്റിക്കൊടുത്തു. അവൻ ചെയ്യുന്നതായ പ്രതികാരത്തെ ദൈവം മാറ്റിക്കൊടുത്തു. അതെ, നീ ചെയ്യുന്ന തെറ്റാണെന്ന് അവന് ബോധ്യപ്പെടുത്തുവാനിടയായി തീർന്നു. രാത്രികാലം പറയട്ടെ, ഇങ്ങനെ നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല കേട്ടോ. തടുക്കുന്ന ഒരവസ്ഥ, തക്ക സമയം തടുത്തു മാറുന്ന ദൈവം, പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. നീ ദോഷത്തിലേക്ക് പോകുന്നറിയുമ്പോൾ, അതേ നീ പലപ്പോഴും ദോഷത്തിലേക്ക് പോകുന്നറിയുമ്പോൾ ദൈവം തട്ടി മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവത്തെ നാം ആരാധിക്കുന്നത്. അതെ, ഈ മോർണിംഗ് മെസ്സേജ് നമുക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സൂം മീറ്റിംഗ് നമുക്ക് കടന്നു വന്നിരിക്കുമ്പോൾ, ഈ രാവിലെ കാരണം 1 മണിക്കൂർ മെസ്സേജിനുമായി കടന്നു വന്നിരിക്കുമ്പോൾ, അല്ലയോ സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ മോർണിംഗ് മെസ്സേജിൽ പറയട്ടെ, നിനക്ക് തടസ്സം ചെയ്യുന്നതിൽ പ്രതികൂലങ്ങൾ മുന്നിൽ ഉണ്ടാകാം. ശത്രുക്കൾ, മാനുഷ്യപരമായ ബന്ധനങ്ങൾ നിന്നെ കുരുക്കിക്കളെ തടസ്സങ്ങളായി എഴുന്നേറ്റ് വരാം. ഇന്ന് പകൽക്കാലം പറയുന്ന കെട്ടുകളെ ഇത് പൊട്ടിക്കുവാനായിട്ട് പോകുന്നു കേട്ടോ. നിന്റെ മുമ്പിൽ നിന്ന് പ്രതിസന്ധികളെ രാത്രി അത് ഇന്ന് പകൽക്കാലം അഴിക്കുവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിനക്ക് ദോഷം വിചാരിച്ച് ഞാൻ തകർത്തുകളെ പദ്ധതികൾ ഒരുക്കുന്ന ചില മണ്ഡലങ്ങൾ ഇത് പൊട്ടിക്കുന്ന സമയമാണ് കേട്ടോ. ഹല്ലേലൂയ. രഹസ്യ ദീപർക്കലമായിട്ട് ആരോടെയൊക്കെയോ ദൂതമായിട്ട് വെളിപ്പെടുത്തുകയാ. ഏതോ വ്യക്തികൾ നിരാശയോട് ഭാരപ്പെട്ട് തടസ്സങ്ങളായി ഇന്ന് പകൽക്കാലമായിരിക്കുന്ന അവസ്ഥകളെ വെളിപ്പെടുത്തുകയാ. രാഗസ്തേ ദീപർക്കലമായിട്ട് എത്ര പേർക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. അതേ സ്മിതാവിനു എന്ന് പറഞ്ഞ ഒരു സഹോദരി ദൂതനെ വെളിപ്പെടുത്തി. സ്മിതാവിനു, അതേ സഹോദരി പ്രാർത്ഥിച്ചോ, കുറെ നാളുകളായി ശത്രു ഞെരുക്കി വെച്ചിരിക്കുന്നു, അവകാശത്തെ ബന്ധിച്ചിരിക്കുന്നു. അവേ, നീ എടുക്കേണ്ട അവകാശത്തെ ശത്രുവിന്റെ കയ്യിൽ വച്ചിരിക്കുന്നു. അവൻ എത്രയോ ആനുകൂല്യങ്ങളും അവകാശത്തെ പ്രാപിച്ചെടുക്കേണ്ടവളായിരുന്നു. എന്നാൽ നിന്നെ പലപ്പോഴും അതിൽ പരാതവണ്ണം തട്ടിമാറ്റി ആമേന്റെ അവകാശം ശത്രുവിന്റെ കയ്യിൽ വെച്ചിരിക്കുക. പ്രദാസിയെ നാലോചന പറയുന്നു ഇങ്ങനെയാ, നീ ഭാരപ്പെടാതെ പ്രാർത്ഥിച്ചോ, ആ മുഖത്തിന്റെ കെട്ട് പൊട്ടിമാറുവാനായിട്ട് പോകുന്നു. നിന്നെ ബാധിക്കുന്ന കെട്ട് പൊട്ടിച്ചു മാറ്റി നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൂത് വെളിപ്പെടുത്തുകയാ. അതേ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്നേഹപരമായ കുരുക്കൾ പോലെ ഇടുവാൻ തക്കൊണ്ട് വെല്ലുവിളിച്ച് ബാധിക്കുന്ന ചില കെട്ടപ്പെട്ട അവസ്ഥകൾ നിന്റെ മുന്നിലുണ്ട്. ശത്രു ദോഷം വിചാരിച്ച് അല്ലെന്ന് തുങ്കമെന്ന പോലെ നിന്നെ തകർത്തുകളിൽ പദ്ധതി ഒരുക്കുമ്പോൾ പ്രദാസിയെ ഇന്ന് പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആ പ്രതികൂലം നിന്നെ വിട്ട് മാറുകയാണ് കേട്ടോ. ആ ബന്ധത്തിന് പൊട്ടിക്കുവാനായിട്ട് ദൈവത്തിന് പദ്ധതി കൊണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ മുമ്പിലാദിക്കുന്ന പ്രതികൂല തകർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിന്നെ കുറിച്ച് ഒരു പദ്ധതി കൊണ്ടാണ് ദൂത് വെളിപ്പെടുത്തുന്നു. പ്രാർത്ഥിച്ചോ. വരുന്ന 6 മാസത്തിനകത്ത് വെച്ച് പ്രിയ സഹോദരി, ഇന്ന് നീ കാണുന്ന അവസ്ഥകൾ മാറ്റിയെടുത്ത് നിന്നെ ഒരു അനുഗ്രഹത്തിന്റെ പന്താവിലേക്ക് അതേ മാറ്റിയെടുക്കുന്ന ദൈവത്തിന് പദ്ധതി കൊണ്ടെന്ന് ആത്മാവ് ദൂത് വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയുടെ മധ്യേ, തകർത്തരുടെ മധ്യേ, നിനക്ക് ദോഷം വിചാരിക്കുന്ന മധ്യേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ തടസ്സങ്ങളെ വെട്ടിമാറ്റി ഇന്ന് നിന്നെ പുറത്തെടുക്കുക എന്ന് ദൈവത്തിന് കഴിയുമെന്ന് ദൂത് വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. അതേ, ഇത് പകൽക്കല ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ നിന്നെ വിട്ടു മാറുകയാ. ചില പ്രതികൂലങ്ങൾ നിന്നെ വിട്ടു മാറുകയാ. നിനക്ക് ഓപ്പണായ മേഖലകൾ അതേ വേഗത്തിൽ തുറക്കുവാനായിട്ട് പോകുകയാണെന്ന് ആത്മാവ് ദൂത് പറയുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ശത്രു തടസ്സം ചെയ്ത്, നന്മകളെ തടസ്സം ചെയ്ത്, അതേ നന്മകളെ ബന്ധിച്ച് നിനക്കതിന് എഴുതി വെച്ച പ്രതികൂല രേഖകൾ തകർത്തുകൊണ്ട് അനുകൂലമായ പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ദൈവത്തിന്റെ പദ്ധതി കൊണ്ടെന്ന് ആത്മാവ് ദൂതുവാതിനെ വെളിപ്പെടുത്തുകയാ. ഏൽപ്പിച്ചു കൊടുത്ത സുസ്ഥിതി രാത്രി പകൽക്കാലം ഒരു വിടുതലുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നു, നോക്കണമേ, നിങ്ങൾ ചെയ്യുന്നത് പാവമാണ് കേട്ടോ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവമാണ് കേട്ടോ. ഹല്ലേലൂയ. ദൈവം വിലക്കി ആ പാവം ചെയ്യുവാൻ പാടില്ലെന്ന് പറഞ്ഞ് തടസ്സം ചെയ്തു. നോക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അങ്ങനെയാ. പാപത്തിലേക്ക് പോകുന്നത് അറിയുമ്പോൾ, ഹല്ലേലൂയ, പാപത്തിലേക്ക് പോകുന്നു മനസ്സിലാക്കുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവ. സ്തോത്രം. 1 ശമൂവേൽ 27:39 പറയുന്നു, തിന്മ ചെയ്യാതിരിപ്പാൻ അതെ തടുക്കുന്നതിനകത്ത് 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 39 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നാവാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്നയ്ക്കായിട്ട് നാവാനോട് വ്യവഹരിക്കുകയും തന്റെ ദാസനെ തിന്മ ചെയ്യാതെ തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നോക്കണമേ. ഹല്ലേലൂയ. തിന്മ ചെയ്യാതിരിപ്പാൻ, ദോഷം ചെയ്യാതിരിപ്പാൻ അവൻ തടുക്കുകയാ. ഹല്ലേലൂയ. നീ അവനെ അങ്ങനെ തിരിച്ചൊന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇങ്ങനെയാ, നീ എന്താണ്, അതെ, അവൻ ആ ദാസന് തിന്മ ചെയ്യേണ്ടവനല്ല. നാവാൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ ദാവീദ് കേട്ടപ്പോൾ, ഹല്ലേലൂയ, ദാവീദ് എന്ത് ചെയ്തു? എന്നെ നിന്നയ്ക്കായിട്ട് നാവനോട് വിവകരിക്കണമെന്നും അവനെ വകവരുത്തണമെന്നും തോന്നി. അപ്പൊ ദൈവം പറഞ്ഞു കൊടുത്തു ദാവീദിനോട്, നീ ചെയ്യാൻ പോകണ്ട കേട്ടോ, തടുക്കുവരുടെ അങ്ങനെ ചെയ്യണ്ട, നീ ഒന്നും മിണ്ടാതിരുന്നോ. ഇന്ന് രാത്രി പകൽക്കാലം പറയട്ടെ. ഹല്ലേലൂയ. എന്ത് നമ്മുടെ പുറപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്. ഹല്ലേലൂയ. നീ ഒന്നും മിണ്ടാതിരി, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യട്ടെ. ഹല്ലേലൂയ. നീ ഒന്നും മിണ്ടാതിരി, നീ നിന്നെ വാദിക്കുന്നത് അതേ വാദിക്കും എനിക്ക് കഴിയും. നീ ഒന്നും സംസാരിക്കണ്ട, നീ ഒന്നും മൗനമായിരുന്നോ. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, മോശയും ഇസ്രായേൽ മക്കളും പോകുന്ന യാത്രയിൽ
പ്രതികൂല അനുമതിയായി കടന്നു വന്നു. ഹല്ലേലൂയ. മരണകരമായ അവസ്ഥകൾ വന്നു. ഓരാകസ്യ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു. തകർത്തുകൾ നിലവാരവിളികൾ വന്നു. അവിടെ പറയുന്നു മോശയെ തകർക്കുവാനല്ല ദൈവത്തിന്റെ മോശയെ ശത്രുവിന് വിട്ടുകൊടുക്കുവാനല്ല ദൈവത്തിന്റെ പദ്ധതി. ഓരാകസ്യ ഇവർക്ക് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതി. ഇവർക്കലവാ അനേക തവണ മോശയെ തകർത്തുകളെ പദ്ധതികൾ ഒരുക്കിയപ്പോൾ 15ഓളം ജാതികൾ ചേർന്ന് തകർത്തുകളെ പാളയം ഇറങ്ങി അവന് തകർത്തലെ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ദൈവം പറഞ്ഞു ഇല്ല ഇല്ല, നിന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞ് വടി കൊടുത്ത് പുറത്തെടുത്ത ദൈവത്തെയാണ് ആരാധിക്കുന്നത്. കേട്ടോ, നോക്കണമേ. ഹല്ലേലൂയ. ഞാങ്ങനെ പൊട്ടിലായിരുന്നപ്പോൾ മോശയ്ക്കും ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതെ, അവന് ദൈവം പുറത്തെടുക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി, നീ പുറത്തു വരുന്ന ദൈവത്തിന്റെ പദ്ധതി ആ വാർത്ത നിറവേറുവരുടെയായി. നോക്കണമേ, അവർ പോകുന്ന യാത്രയിൽ അഗ്നിമമായി മേഘമായി ദൈവം കൂടെ ഇരിപ്പരടയായി തീർന്നു. ആമേൻ. ഇരുളുകൊണ്ട് വ്യാപമണ്ഡലങ്ങൾ പലപ്പോൾ ജീവിതത്തിൽ കാണാം. എന്നിട്ട് നോക്കണമേ, പ്രതിസന്ധികളെ ദൈവം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. രഹസ്യ ദൈവർക്ക് ഇവിടെ പറയുന്നു തിന്മ ചെയ്യാതിരിക്കാൻ തടുത്തു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തിന്മ ചെയ്യുന്നതല്ല, നന്മ ചെയ്യുന്ന ദൈവം. വചനം പറയുന്നു, അതെ, നിങ്ങൾ നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, തിന്മ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ഹല്ലേലൂയ. നന്മയ്ക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്, നന്മ ചെയ്യുവാനാണ് പഠിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. നന്മയ്ക്ക് വേണ്ടി നാം നിൽക്കുവാൻ തയ്യാറാകണം. ഒരു തെറ്റ് കാണിച്ചാൽ ആ തെറ്റിലേക്ക് നാം പോകണ്ട. നാം ഒന്ന് മൗനമായിരുന്നാൽ മതി. നാം നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുട്ടുമടക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തോളും. കേട്ടോ, ഹാലലൂയ. പക്ഷേ പലപ്പോഴും നാം നാവുകൾ തിരിച്ച് പറയുന്നത് കൊണ്ടാ നമുക്ക് പല കാര്യങ്ങളും തടസ്സമായി നിൽക്കുന്നത്. ഇവിടെ പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആറ് തടുക്കും. സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും, അതിനെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. നീ എന്ത് ചെയ്യാൻ പാടില്ല. ദൈവം പറയുന്ന വാക്ക് കേട്ട് നീ വാ അടച്ച് മിണ്ടാതിരിക്കണം. നോക്കണമേ, അവിടെ പറയുന്നത് ഫറവോൻ എന്തോ ചെയ്യട്ടെ, പ്രതികൂലം അനുമതി കടന്നു വരട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളോട് മോശയോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. കുറെ നാളുകളായി. അതേ, ഹല്ലേലൂയ. രഹസ്യ ഫറവോൻ നിനക്കെതിരെ തിരിയുന്നു. കുറെ നാളുകളായി ഓരോ അരാമേസ് അതെ നിനക്ക് വേണ്ടി 15ഓളം ജാതികൾ ഇതാ തിരിഞ്ഞു വരുന്നു. ഇല്ല ഇല്ല, ഇനി ഞാൻ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്ത് ആ തടസ്സത്തെ വെട്ടിമാറ്റി നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നോക്കണമേ. ഹല്ലേലൂയ. നമുക്കറിയാം നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ, അതെ, നെഹെമ്യാവിന്റെ എസ്തേരയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗമുണ്ട്. എസ്തേരയുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ. അകവാട്ടിനരികെ വെച്ച് രാജാവും കൂട്ടരുമായി ഉപവസിക്കുന്ന ഒരു കാഴ്ച കാണാം. എന്താണ്? ചില പതിയിരിപ്പ് ശക്തികൾ അവരെ തകർത്തുകളെ പാളയമറകെ കിടക്കുക, ഇതൊന്ന് മാറുവാൻ വേണ്ടി ഉപവസിക്കുന്നു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ആ പതിയിരിപ്പ് ശക്തി മാറ്റിക്കൊടുത്തു. അനുകൂലമായ ഒരു പദ്ധതി അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ആ തടസ്സങ്ങളെ ദൈവം മാറ്റിക്കൊടുത്തു. വെക്കോ, യാത്ര ചെയ്തോ, ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കേട്ടോ. നോക്കണമേ, നീ കരയുന്ന ഒരു ദൈവത്തിനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിനാണെങ്കിൽ, നിനക്കെതിരെ പാളയമറങ്ങി കിടക്കുന്ന എത്ര സൈന്യമാകട്ടെ, ഹല്ലേലൂയ, നിനക്കെതിരെ പാളയമറങ്ങി കിടക്കുന്ന അതേ 10,000 ജാതികളാകട്ടെ, അതിനെ ഒരു മിനിറ്റ് കൊണ്ട് തകർക്കുക എന്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ നീ സേവിക്കുന്നത്. ഹല്ലേലൂയ. നോക്കണമേ, ദാനിയേലിനെ തകർത്തു കളയുവാൻ രേഖ അവന് പ്രതികൂലമായി എഴുതി വെച്ചു. ഹല്ലേലൂയ. എന്നാൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലായതുകൊണ്ട് സമയമായപ്പോൾ തടുത്ത് നിർത്തി. ഹല്ലേലൂയ. രോഗിയെ പൊട്ടിച്ചു മാറ്റി, ആ തടസ്സത്തെ മാറ്റി ദൈവം പ്രവർത്തിക്കുവാനിടയായി. സിംഹത്തിന്റെ കൂടെ ഇട്ട് കളയുമെന്ന് രേഖ എഴുതി ഉണ്ടാക്കിയപ്പോഴും ദാനിയേൽ ദൈവത്തെ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവത്തോട് അടുത്തു വന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം ഒരിക്കലും തിന്മയ്ക്ക് ചെയ്യുന്ന ദൈവമല്ല, എന്റെ ദൈവം ഒരിക്കലും ദോഷം ചെയ്ത ദൈവമല്ല. അവനൊന്നറിയാം, ഞാൻ ദൈവത്തിൽ മുട്ടുമടക്കിയ എന്റെ ദൈവം എന്നെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ പുറത്തെടുക്കുമെന്ന് ദാനിയേലിന് അറിയാം. അതുകൊണ്ട് അവൻ രേഖ എഴുതി ഉണ്ടാക്കിയത് കേട്ടപ്പോഴും അവന്റെ പ്രാർത്ഥന മുന്നേറി ദൈവസ്ഥലം മുട്ടുമടക്കുവാൻ തയ്യാറായപ്പോൾ വചനത്തിൽ പറയുന്ന ദൂത് ഇങ്ങനെയാ. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായ അടച്ചു കളയുവാൻ ദൈവം ദൂതനെ ഒരുക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയും, മോർണിംഗ് മെസ്സേജിൽ പറയട്ടെ, നിനക്കെതിരെ കടന്ന കണികളെ മലകളെ പൊട്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കേട്ടോ. ഹല്ലേലൂയ. അതേ സഹോദരി, സഹോദര, ഇന്ന് പകൽക്കാലം മീറ്റിലായിരിക്കുന്ന ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. അഭിരാമി എന്ന സഹോദരിയോട് ദൂത് പറയുക, നിന്നെ പകരൊരുത്തൻ വീട്ടുകാർ പലപ്പോഴും എതിരായിത്തിരിയാം. നിന്നെ പകരൊരുത്തൻ വീട്ടുകാർ നിനക്കെതിരായി തിരിയാം. ഓരോ ഭാഗത്തിന്റെ കൂടെ ഇരിക്കുന്ന ആരാധിക്കുന്ന കുടുംബങ്ങൾ നിനക്കെതിരെ തിരിയാം. ഹല്ലേലൂയ. പ്രിയ സഹോദരി, നീ ഭാരപ്പെടണം, മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. നീ ഒരേ പോലെ മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ, അതേ ഇന്നലെ പകൽക്കാലം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, മറിയെ പോലെ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, അതേ സഹോദരി, നിന്റെ നിന്ദകളെ മാറ്റുവാൻ, നിന്ദകളെ ഉരുട്ടിക്കളയുവാൻ എന്റെ ദൈവത്തിനെ കുറിച്ചൊരു പദ്ധതി കൊണ്ട്. കേട്ടോ. നാളുകളായി നിന്ന വഹിച്ചവളായി ഓരോ പലപ്പോഴും കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്റെ ദൈവം പറയുന്നു, നിന്റെ മുമ്പിൽ പലപ്പോഴും അതേ വാദഗതികളിട്ട് കല്ലുരുട്ടി വെച്ച് നിനക്കൊരു വിഷയത്തിൽ പരിഹാരം തരികയില്ല എന്ന് പറഞ്ഞ് ദുഷ്ടൻ പലപ്പോഴും ചില പദ്ധതികളുമായി നിനക്കെതിരെ കടന്നു വരുമ്പോൾ ആത്മാവ് പറയുന്ന കല്ലിനെ ഉരുട്ടി മാറ്റുവാനായിട്ട് പോകുന്നു. കേട്ടോ സിസ്റ്ററെ, പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം കല്ലിനെ ഉരുട്ടി മാറ്റുവാനായിട്ട് പോകുന്നു. കേട്ടോ. നിനക്ക് വേണ്ടി ദോഷം നിർമ്മിക്കുന്ന കെട്ടുകളെന്ന് പൊട്ടിക്കുന്നു. കേട്ടോ സിസ്റ്ററെ, പ്രാർത്ഥിച്ചോ. ആമേൻ, ആമേൻ. ഏത് നിലവാരത്തിലാണ് ഒതുക്കി വയ്ക്കുന്ന അറിയത്തില്ല. കേട്ടോ സഹോദരി, അതേ ആത്മാവിനോട് ഇങ്ങനെയാണ് പറയുന്നത്, നിനക്ക് ദോഷം വിചാരിക്കുന്ന
നേരിടുന്ന ചില വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട കേട്ടോ. നീ പ്രാർത്ഥനയോട് മുന്നേറിക്കോ. ഹല്ലേലൂയ. നിന്നയ്ക്ക് കാരണമാക്കുവാൻ, കല്ലുരുട്ടി വെച്ച് നിനക്ക് ദോഷം നിരൂപിക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, ഹല്ലേലൂയ, ഓ നിന്നയ്ക്ക് കാരണമാക്കുന്ന വിഷയം നിന്റെ മുന്നിലുണ്ടെങ്കിലും, നിന്റെ വീട്ടുകാർ നിനക്കെതിരായി തിരിയുന്നുണ്ടെങ്കിലും, അതേ രഹസ്യ നിന്റെ അവകാശം തകർത്തുക ദുഷ്ട പല പദ്ധതികൾ ഒരുക്കുന്നുണ്ടെങ്കിലും, അതേ ദൂത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിന്ദകളെ ഇന്ന് മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ, നിന്റെ പ്രതിസന്ധികളെ ഇന്ന് മാറ്റുവാനായിട്ട് പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ പോകുന്നു കേട്ടോ. ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നു. പകൽക്കാലം ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാ. ഹല്ലേലൂയ. പലപ്പോഴും നീ പലതിനെയും കണ്ട് പേടിച്ചു, പലതിനെയും കൊണ്ട് നീ ഭയപ്പെടുന്നു. ഹല്ലേലൂയ, എന്താവും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നിന്റെ അയൽക്കാർ, നിന്റെ വ്യക്തികളും അതെ കൂട്ടം കൂടി സംഘം ചേർന്ന് നിനക്കെതിരെ പലപ്പോഴും വെല്ലുവിളിച്ച് കടന്നു വരുന്ന മേഖലകൾ കാണാം. എന്റെ ദൈവം പറയുന്നുണ്ട്, നീ ഭയപ്പെടണ്ട. ഇന്ന് പകലത്തിലെ പൊട്ടിക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. അതേ ചില ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നിനക്ക് ദോഷം നാവിനെ പൊട്ടിക്കുവാനായിട്ട് പോകുന്നു. നിനക്ക് പ്രതികൂലങ്ങൾ തകർക്കുവാനായിട്ട് പോകുന്നു കേട്ടോ. സഹോദരി, പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഒരു പുതിയ വിടുതൽ പ്രാപിച്ചെടുക്കുവാനായിട്ട് പോകുന്നുണ്ട്. നോക്കണം, ഇവിടെ പറയുന്നു, ഇവിടെ എന്ത് ചെയ്തു? തിന്മ ചെയ്യാതിരിപ്പം ദൈവം തടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു രഹസ്യം നോക്കണം, നമ്മുടെ ജീവൻ പാപം ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പോൾ ആ പാപത്തെ ദൈവം മാറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം, യോബിന്റെ പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട്. യോബിന്റെ പുസ്തകം അതിന്റെ 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്ത് ചെയ്യുന്നു എന്ന് ആർ ചോദിക്കും? നോക്കണമേ, അവിടെ പറയുന്നു, അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്ത് ചെയ്യുന്നു ആർ ചോദിക്കും? ഹല്ലേലൂയ, സ്തോത്രമേ. ദൈവം പറിച്ചെടുക്കുന്നതിനെ തടുക്കുകയാ. ദൈവം തടുത്തു നിർത്തുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആരെങ്കിലും മനുഷ്യരെ തടുക്കുന്നത് പോലെ ദൈവം തടുക്കുക ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവ തടസ്സം ചെയ്ത് അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക പദ്ധതി കൊടുക്കുകയാണ്. അവൻ അത് പറിച്ചെടുക്കുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? തടസ്സം ചെയ്യുന്നു. നീ എന്ത് ചെയ്യുന്നു ആ ചോദിക്കും. ആമേൻ. രഹസ്യം നോക്കണമേ. ഹല്ലേലൂയ. ദുഷ്ടന്മാർ പല പദ്ധതികൾ ഒരുക്കുവാൻ, പല കണികൾ ഒരുക്കുവാൻ നമുക്കെതിരെ തിരിയുമ്പോൾ ദൈവം അവിടെ നിനക്ക് പൂർണ്ണമായി എടുത്തു മാറ്റിയിട്ട് ആ തടസ്സങ്ങളെ വെട്ടി മാറ്റി നിന്നെ പുറത്തെടുക്കും. എന്റെ ദൈവത്തിന് കഴിയും. തടസ്സങ്ങളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. ഇന്ന് പകൽക്കാലം തടസ്സങ്ങൾ ദൈവം മാറ്റുവാനായിട്ട് പോകുന്നു. നിന്നെ നിൽക്കുന്ന പ്രതിസന്ധികൾ ദൈവം മാറ്റുവാനായിട്ട് പോകുന്നു. ഇവിടെ പറയുന്നു, പറിച്ചെടുക്കുന്ന ദൈവം തടുക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. എന്റെ കർത്ത മുറിവുകളെ കെട്ടുന്ന ദൈവമാ. നീ മുറിവ് കെട്ടാത്ത വ്യക്തിയാണ്. മുറിവുകളെ കെട്ടുവന്റെ കർത്താവിന് കഴിയും. അത് യേശയ്യാവിന്റെ പുസ്തകം 40:13 വായിച്ചത്. ആർ തടുക്കും? ആർ തടുക്കും? ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഒരു ഭാഗമുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. നോക്കണമേ. ഹല്ലേലൂയ. അവിടെ തടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തടസ്സങ്ങളായി എഴുന്നേറ്റ് വരുന്ന പ്രതികൂലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശത്രുവായി പലപ്പോൾ തടസ്സങ്ങളായി എഴുന്നേറ്റ് വരുന്ന പ്രതികൂലങ്ങളെ കാണുവാനായിട്ട് കഴിയും. നിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ, നിന്റേതായ ജീവിത മണ്ഡലം തകർത്ത് കളയുവാൻ, നിന്നെ ഒതുക്കി വെക്കുവാൻ പോരാടി വരുന്ന മണ്ഡലങ്ങൾ കാണാം. പക്ഷേ നീ പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുന്ന ദൈവത്തിനാണെങ്കിൽ നിന്നെ തകർക്കുന്ന ആർക്കും കഴിയത്തില്ല കേട്ടോ. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഭാഗമുണ്ട്. ഹല്ലേലൂയ. 13:8 പറയുന്നു, എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തുനിന്ന് ദേശാധിപതി വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. നോക്കണമേ. ഹല്ലേലൂയ. ദേശാധിപതി. ആമേ. എലിമാസ് എന്ന വിദ്യോ ദേശാധിപതി ആരവരുടെ വിശ്വാസം തകർക്കുവാൻ, തകർത്തു കളയുവാൻ പദ്ധതി ഒരുക്കി. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്കെതിരെ കടന്നു വരുന്ന ദോഷമായി എഴുന്നേറ്റുന്ന പ്രതികൂലങ്ങളെ തകർക്കുവാൻ. ഹല്ലേലൂയ. ദേശാധിപതി കെട്ടുവലപ്പ് നിനക്കെതിരെ കടന്നു വരാൻ കേട്ടോ. നിനക്കെതിരെ കടന്നു വരാൻ കേട്ടോ. നിന്നെ ആക്രമിക്കുന്നത് തകർത്ത് കളയുക. ദേശാദിന്റെ കെട്ട് ഒരു കടന്നു വരാം. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അതിനെ തടുക്കുവാനിടയായി. എലിമാസ് വിദ്വാനാകുന്നു അവൻ തടസ്സം ചെയ്യാൻ വേണ്ടി വരികയാ. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ. അവിടെ തടസ്സം ചെയ്തപ്പോൾ ദൈവം എന്ത് തടസ്സത്തെ മാറ്റിക്കൊടുത്തു. നോക്കണമേ. അവരോട് എതിർത്തും ദേശാദിന്റെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് എന്ന പേരുടെ ശൗൽ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ദൂർത്ത് നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചുകളെ നീ മതിയാക്കിയില്ലയോ? ഹല്ലേലൂയ. അടുത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. നോക്കണമേ. ഹല്ലേലൂയ. തകർക്കുവാൻ, പൗലോസിനെ തകർത്തു കളയുവാൻ, ദേശം തകർത്തു കളയുവാൻ അവൻ പലപ്പോഴും ഇരുളിന്റെ മണ്ഡലമായി എഴുന്നേറ്റ് വരുന്ന ഒരു കാഴ്ച. എന്നാൽ ഹല്ലേലൂയ തടസ്സത്തെ മാറ്റി. ഹല്ലേലൂയ.
അവന്റെ ജീവിതത്തെ പ്രതികൂലത വരച്ചു വിട്ടു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്കെതിരെ ദോഷം പിടിക്കുന്ന വ്യക്തികൾ കാണാം. ദേശത്തിൽ വെല്ലുവിളി നിനക്കെതിരെ കടന്നു വരാം. പൂജാക്കാട്ടുകൾ നിനക്കെതിരെ കടന്നു വരാം. മാന്ത്രിക ശക്തികൾ ഒതുങ്ങുന്ന വ്യക്തിയായിരിക്കാം. എന്റെ ദൈവം പറയുന്നു, ആ മാന്ത്രിക നിന്നെ വിട്ടു മാറുന്നു. അതേ പ്രതിസന്ധി നിന്നെ വിട്ടു മാറുന്നു. ആ പ്രതികൂലം നിന്നെ വിട്ടു മാറുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് എത്രവർക്ക് വിശ്വാസം ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ തടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. എലിമാസ് എന്ന വിദ്വാൻ അനേകർ തകർത്തുകൊണ്ടിരിക്കുകയാ. പൗലോസിനെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി. പൗലോസ് ക്രിസ്തുവിനെ തകർക്കുവാൻ പദ്ധതി ഒരുക്കി. നോക്കണം, തിമിരം കൊടുത്തു. കണ്ണ് പൊട്ടക്കണ്ണായി തീരുമാനടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ വിശ്വാസത്തെ തടുക്കുവാൻ പല പദ്ധതികൾ ഒരുക്കി കളയാം. നിന്റെ ആത്മീയത തകർത്തുകള ശത്രു പല പദ്ധതികളുമായി എഴുന്നേറ്റ് വരാം. ഇന്ന് പകൽക്കാലം പറയട്ടെ, അതിനെ തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുക എത്ര പേർക്ക് കഴിയും? അതെ, 1 തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ ഒരു ഭാഗമുണ്ട്. 1 തെസ്സലോനിക്കയുടെ ലേഖനം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷ പൗലോസായി ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. നോക്കണമേ. ഹല്ലേലൂയ. ആമേൻ. അവിടെ പൗലോസ് ഇങ്ങനെ പൗലോസിനെ കുറിച്ച് അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷ പൗലോസായി ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു കേട്ടോ. പക്ഷെ ആര് തടുത്തു? സാത്താൻ തടുത്തു. അങ്ങോട്ട് വിട്ടില്ല കേട്ടോ. അവിടെ ശുശ്രൂഷ എന്ന് കേട്ടപ്പോൾ അവിടെ സാക്ഷ്യം പറയുന്നത് പൗലോസിനുണ്ടായിരുന്നു. അവിടെ ശുശ്രൂഷകളുടെ മണ്ഡലം പൗലോസിനുണ്ടായിരുന്നു. എന്നാൽ അവൻ അങ്ങോട്ട് വിട്ടില്ല. നീ അങ്ങോട്ട് പോകണ്ട, ശുശ്രൂഷ ചെയ്യണ്ട. അവിടെ സാത്താൻ തടുക്കുകയാ. 1-2 പ്രാവശ്യം വിചാരിച്ചതാ അങ്ങോട്ട് പോകുവാൻ, അവിടെ സാക്ഷി പറയുവാൻ, അതോ അവിടെ പ്രസംഗിക്കുവാൻ, സുവിശേഷങ്ങൾ പറയുവാൻ പൗലോസ് പോകേണ്ടതാ. ഹല്ലേലൂയ. എന്നാൽ അവനെ തടുക്കുവാൻ സാത്താൻ വന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഇതാ ശത്രുവിന്റെ പദ്ധതി. നമുക്കറിയാം, യേശു ഉപാസനയിൽ വന്നപ്പോൾ യേശുവിൽ തടുക്കുക ശത്രു വന്നു. ഹല്ലേലൂയ. പരീക്ഷയുമായിട്ട് കടന്നു വന്നു. അവന്റെ വിശ്വാസ തകർത്തുകൾ തടസ്സങ്ങളായി എഴുന്നേറ്റ് വന്നു. യേശു വചനത്തിലൂടെ അവിടെ സാത്താനെ വെട്ടിമാറ്റിയിടയായി ഇവിടെ പറയുന്നു. പൗലോസിനെ തകർത്ത് കളയുവാൻ, പൗലോസിനെ തടുക്കുവാൻ, അവന്റെ യാത്രയെ തടുക്കുവാൻ, അവന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ, അവൻ ദൈവമാല ബന്ധം തകർക്കുവാൻ ഇതാര് വന്നു? ഹല്ലേലൂയ. നോക്കണമേ, ശത്രു വന്നു. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവത്തിൽ നിൽക്കുന്ന ദൈവതാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കൽ എത്ര ദൂരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ തടസ്സങ്ങളായി വെല്ലുവിളികളായി നന്മ വരുമെന്ന് അറിയുമ്പോൾ, അതേ നന്മ പ്രാപിക്കുമെന്ന് അറിയുമ്പോൾ, ഹല്ലേലൂയ, നന്മകളെ ബന്ധിക്കുവാൻ ശത്രു പല പദ്ധതികളുമായി എഴുന്നേറ്റ് വരാം. ഹല്ലേലൂയ. നിന്റെ കയ്യിലേക്ക് അല്പം കാശ് വരുമെന്ന് അറിയുമ്പോൾ, നിന്റെ കയ്യിലേക്ക് സാമ്പത്തിക നന്മ വരുമെന്ന് അറിയുമ്പോൾ ശത്രുവായി ബന്ധിക്കുവാൻ, നിന്റെ ആ കാശിനെ ഒതുക്കി കളയുവാൻ, കാശിനെ പലപ്പോഴും അകറ്റി കളയുവാൻ ശത്രു പല പദ്ധതികളുമായി നിനക്കെതിരെ കടന്നു വരാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ ശത്രുവിന്റെ പദ്ധതിയെ ചില കുടുംബങ്ങൾ മാറ്റി കളയുവാൻ എന്റെ കർത്താവിന് കഴിയും. അടുത്തൊരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ അവിടെ ഒരു ഭാഗമുണ്ട്. 16-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു ഭാഗം കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് വലിയതും അതേ ഹല്ലേലൂയ സ്തോത്രം സൗരവുമായി വാതിൽ തുറന്നിരിക്കുന്നു, എന്നാൽ എതിരാളികൾ പലരുണ്ട്. നോക്കണമേ, എതിരാളികൾ പലരുണ്ട്. ഹല്ലേലൂയ. അതേ, പൗലോസിന് വലിയതും സഫലവുമായി വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷേ ശത്രുക്കൾ തടസ്സം ചെയ്യുകയാ, എതിരാളികൾ തടസ്സം ചെയ്യുകയാ. ആ വാതിലിനോട് പ്രവേശിപ്പാൻ കഴിയാതെ, ആ പുതിയ വാതിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ, നന്മകളെ ബന്ധിക്കുവാൻ ഇതാ എതിരാളികൾ നിൽക്കുകയാ. പകൽക്കാലം പറയട്ടെ, ആ എതിരാളികളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ. ആ എതിരാളികളെ തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ. ഒരിക്കൽ നിനക്കൊരു നന്മ വരുമെന്ന് അറിയുമ്പോൾ, നിനക്കൊരു നന്മ വിടുതൽ വരുമെന്ന് അറിയുമ്പോൾ, നിനക്ക് നന്മ വരുമെന്ന് അറിയുമ്പോൾ ശത്രു പലപ്പോഴും നിനക്കെതിരെ തടസ്സങ്ങളായി എഴുന്നേറ്റ് വരുന്ന മണ്ഡലങ്ങൾ കാണാം. നോക്കണമേ, അവിടെ എതിരാളികൾ ഉണ്ടെന്ന്. ഹല്ലേലൂയ. എതിരാളികൾ വന്നു. ഹല്ലേലൂയ. വാതിലിനെ പ്രവേശിക്കുവാൻ കഴിഞ്ഞപ്പോൾ, വാതിലേക്ക് പോകാൻ നിന്നപ്പോൾ എതിരാളികൾ അതിനെ തടുത്തു നിർത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്ക് തടസ്സമായി നിൽക്കുന്ന എതിരാളികൾ ഉണ്ടാകാം. നിനക്ക് തടസ്സമായി ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ഇന്ന് പകൽക്കാലം അഴിക്കുവാനായിട്ട് പോകുന്നു കേട്ടോ. സിനിമോൾ പ്രാർത്ഥിച്ചോ, സിനിമോൾ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആ വേരകസ്ഥേരി ഇവർക്ക് നിനക്കെതിരാളികളുണ്ട് കേട്ടോ. നിന്നെ പദ്ധതികളുണ്ട് കേട്ടോ സിസ്റ്ററെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുന്നു, നീ പേടിക്കണ്ട. നീ മാനുഷ്യ പൈശാചിക മണ്ഡലങ്ങളെ കണ്ട് പേടിക്കണ്ട. നിന്റെ പേപ്പറുകൾ അനുകൂലമായി തീരുവാൻ പോകുന്നുണ്ട്. തന്നെ കുറെ നാളുകളായി നിന്റെ പേപ്പർ തടസ്സം ചെയ്ത് മേശയ്ക്കുള്ളിൽ അതെ പതിച്ചു വെച്ചിരിക്കുകയാ. ഇനി ഒരിക്കലും എടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ ആനുകൂല്യങ്ങളെ തടസ്സം ചെയ്ത് ഹോരാഗസ്തേ ശത്രു നിനക്കെതിരെ വാദിക്കുമ്പോൾ ക്രിസ്തുവോട് ദൂത് പറയുന്നുണ്ട്, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അനുകൂലമായ ഒരു പദ്ധതി ഇതാ തുറക്കുവാൻ പോകുന്നു. എതിരാളികളെ മാറ്റുവാൻ പോകുന്നു കേട്ടോ. നിനക്കെതിരെ നിൽക്കുന്ന എതിരാളികളുണ്ട്, നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന എതിരാളികളുണ്ട്. എനിക്ക് വേണം, എനിക്ക് അവകാശം ആദ്യം പ്രാപിക്കണം, നിനക്ക് പിന്നെ പതിയത് പറയുവാൻ തടസ്സ മേഖലകളുണ്ട്. ആത്മാവ് പറയുന്നു, നീ ഒരു വെയിറ്റ് ലിസ്റ്റിലേക്ക് പോകത്തില്ല കേട്ടോ സഹോദരി. നിന്നെ വെയിറ്റ് ലിസ്റ്റിലേക്ക് ആക്കുവാൻ അനുകൂലമായ ഒരു പദ്ധതി നിനക്ക് വേണ്ടി തൂപനായിട്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അനുകൂലമായ ഒരു പദ്ധതി തുറക്കാൻ പോകുന്ന സഹോദരി,
കരവിലുമായിരിപ്പം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. നീ പല നാളുകളെ കാത്തിരിക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിലുണ്ട്. ആ കലണ്ടർ നോക്കി പല ദിവസങ്ങൾ നീ അത് നോക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്റെ ദൈവയുടെ ആലോചന പറയുന്നുണ്ട്, കേട്ട് നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ഈ വർഷം ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വരുന്ന 7-ാമത്തെ മാസം നീ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി ഉണ്ട് സിസ്റ്റേ. ഹല്ലേലൂയ. നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് മറുപടി ഉണ്ട് കേട്ടോ. കുറെ നാളുകളെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് പരിഹാരമാകുന്നില്ല. എന്റെ ദൈവത്തിന്റെ ആലോചന പറയുന്നുണ്ട്, അതെ ഇന്ന് പകൽക്കാൻ നിനക്കൊരു വിടുതലാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്ക് നിനക്കൊരു വിടുതലാണ് കേട്ടോ. ആ പദ്ധതിയെ തകർക്കുക, പൊളിച്ചു കളയുകയാ. ആ മാനസിക പൈശാചികം തകർക്കുകയാ. ഇന്നലെ പകൽക്കാലം നിനക്കൊരു വിടുതലുണ്ട്. ആ വിടുതലിലേക്ക് തന്നെ വിടാൻ പോകുകയാണെന്ന് ദൂത് വെളിപ്പെടുത്തുകയാ. നോക്കണം, ഇവിടെ പറയുന്നു പൗലോസിനെ തകർത്ത് കളയുവാൻ, പൗലോസിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, പൗലോസിന്റെ വാതിന്റെ അതിന് നല്ല പുതിയൊരു വാതിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ അതിനെ തടസ്സം ചെയ്ത് വെല്ലുവിളിച്ച് വാദിക്കുന്ന ഒരു മണ്ഡലത്തെ അവിടെ കാണും. എതിരാളികൾ നിൽക്കുകയാ. നീ അങ്ങോട്ട് പോകണ്ട, നിന്നെ അങ്ങോട്ട് വിടുകയില്ല. ആ വാതിനെ തടസ്സം ചെയ്തുകൊണ്ട് പ്രതികൂലങ്ങൾ വരികയാണ്. ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന് വാതിൽ തുറക്കുവാൻ കഴിയും കേട്ടോ. നീ ആരാധിക്കുന്ന ദൈവം തടസ്സങ്ങളെ വെട്ടിമാറുന്ന ദൈവമാഹല. നീ പേടിക്കണ്ട. എതിരാളികളെ കണ്ട് നീ പേടിക്കണ്ട. മാന്ത്രിക ശക്തികളെ കണ്ട് നീ പേടിക്കണ്ട. ആ വിചാരങ്ങളെ കണ്ട് നീ പേടിക്കണ്ട. എന്റെ ദൈവം എന്നും എന്നേക്കും അനന്യനായ ദൈവമാഹലയില്ല. എന്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നിനക്ക് വേണ്ടി തടസ്സങ്ങൾ കടന്നു വന്നാലും ആ തടസ്സത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു വ്യക്തിയാണോ? നീ മുട്ടുമടക്കി കരയുന്ന ഒരു വ്യക്തിയാണോ? നീ മുഖമുയർത്തി കരയുന്ന ഒരു വ്യക്തിയാണോ? ഹല്ലേലൂയ. നീ കണ്ണു സ്വർഗത്തെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ അവകാശം തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റേതായ അനുഗ്രഹത്തെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നീ ദൈവമായി ബന്ധം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി അനുകൂലമായ ഒരു പദ്ധതി ഇന്ന് പകൽക്കാലം ഒരുങ്ങി വരാൻ പോകുന്നുണ്ട്. ചില ബന്ധനങ്ങളെ തകർക്കുവാനായിട്ട് പോകുന്നുണ്ട്. ചില വെല്ലുവിളിയെ തകർത്ത് പുറത്തെടുക്കുന്ന കർത്താവിന് കഴിയും. അതെ ഇന്ന് പകൽക്കൽ ഏതൊക്കെ വ്യക്തികളോട് ആലോചന വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, പല പദ്ധതികളുമായി ദുഷ്ടൻ എഴുന്നേറ്റ് വരാം. ഒരു ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നറിയുമ്പോൾ, ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ, ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അവിടെ ഇത് ശത്രു കടന്നു വരും. പലപ്പോഴും ആ ശുശ്രൂഷ തടസ്സം ചെയ്യുവാൻ ശത്രു പല പദ്ധതികളുമായി എഴുന്നേറ്റ് വരാം. ഹല്ലേലൂയ. നിനക്ക് കയ്യിലേക്ക് സാമ്പത്തികം തുറക്കുമ്പോൾ, ഒരു സാമ്പത്തിക നന്മ കയ്യിലേക്ക് വരുമ്പോൾ അവിടെയും തടസ്സം ചെയ്ത് ശത്രുവാൻ കടന്നു വരാം. അതിനെ എങ്ങനെയും തകർത്ത് കളയുവാൻ, അതിനെ പലപ്പോഴും ആ ഓട്ടസംഖ്യ അവസ്ഥയാക്കുവാൻ, അതിനെ ആ പൈസകളെ ആശുപത്രിയാക്കുവാൻ പലപ്പോഴും ദോഷം നിരൂപിച്ച് നിനക്കെതിരെ കടന്നു വരുന്ന വെല്ലുവിളികൾ കാണാം. ഇങ്ങനെ കൈ നന്മകൾ കടന്നു വരുമ്പോൾ അതിനെ മാറ്റിക്കളയുവാൻ, ശത്രു പറിച്ചെടുത്ത് കളയുവാൻ, ഹല്ലേലൂയ, അതിനെ തകർത്തു വയ്ക്കുവാൻ, തടസ്സം ചെയ്യുവാൻ ചില മേഖലകളായ ശത്രു എഴുന്നേറ്റ് വരാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് അതിനെ തടുത്തു നിർത്തുവാൻ കഴിയും കേട്ടോ. ഹല്ലേലൂയ. ആ കയ്യിൽ വരുന്ന പൈസകൾ തട്ടിമാറ്റിക്കളയും ശത്രു പല പദ്ധതികൾ ഒരുക്കാം. ഹല്ലേലൂയ. ശത്രു അതാ നോക്കുന്നത്, ആർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ നീ പായിട്ട് മുട്ടുമടക്കി കഴിഞ്ഞാൽ ശത്രു അങ്ങ് മാറിപ്പോകും. ഹല്ലേലൂയ. നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ മുട്ടുമടക്കി ശത്രുവോട് നിൽക്കുവാൻ കഴിയത്തില്ല. അവൻ പരാജയപ്പെട്ടു പോകും കേട്ടോ. ഹല്ലേലൂയ. നോക്കണമേ, ഇങ്ങനെ ശത്രുവിന്റെ പദ്ധതി. എന്തെങ്കിലും നന്മ കയ്യിലേക്ക് വരുമ്പോൾ, എന്തെങ്കിലും നന്മ കയ്യിൽ വരുമെന്ന് അറിയുമ്പോൾ ശത്രു എന്ത് ചെയ്യുന്നു? അവിടെ കടന്നു വരുന്നു. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ, നിന്നെ ഒതുക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പകർക്കതിലെ വിടുതൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു കേട്ടോ. ആ ദോഷത്തെ തകർക്കുവാൻ പോകുന്നു കേട്ടോ. നിനക്കെതിരെ കടന്ന് 18 രാത്രികാലം പകൽക്കാലം അഴിയുന്നുണ്ട് കേട്ടോ. നിനക്കെതിരെ കടന്നു വരുന്ന വാദഗതികളെ ഇപ്പൊ പകൽക്കാലം പൊട്ടിക്കുവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേ ഹല്ലേലൂയ. സൂമിറ്റിലായിരിക്കുന്ന ഈ മോർണിംഗ് പറഞ്ഞ് കടന്നു വന്നിരിക്കുന്ന അതേ ഹല്ലേലൂയ വ്യക്തികളോട് ആലോചന വെളിപ്പെടുത്തുകയാ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മന്ത്രവാദങ്ങൾ, നിന്റെ മുമ്പിൽ ആവിചാരങ്ങൾ അതേ ഇന്ന് പൊട്ടിമാറുന്ന ദിവസമാ. ഹല്ലേലൂയ. ഊറാഗസ്തേ നീവർക്കല വൈഡാരഗസ്തന ജീവാരഗസ്തേ ദീവാലവിക്കാരഗസ്തന. നിന്റെ ശുശ്രൂഷക്കെതിരെ നിൽക്കുന്ന പോരുകൾ കഴിയുന്നുണ്ട്. ഓരാഗസ്തേ നീവർക്കലവാ. നിന്റെ സാമ്പത്തിക വിഷയത്തിൽ പോരാടി നിൽക്കുന്ന പോരാട്ടങ്ങൾ ഇന്ന് പകൽക്കാലം അഴിക്കുകയാ. ഊറാഗസ്തേ ഭവനത്തിന്റെ പടയ്ക്കെതിരെ എതിർക്കുന്ന അന്ധകാരങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടിക്കുവാനായിട്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ യാത്രയ്ക്ക് തടസ്സമായി വിസ ഒരുങ്ങി വരുവാൻ കഴിയാതെ വിസയെ തടസ്സം ചെയ്യുന്ന ഹല്ലേലൂയ ചില പോരാട്ടങ്ങൾ ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റുവാനായിട്ട് പോകുന്നുണ്ട്. വിദേശത്ത് പോകുവാൻ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. പക്ഷേ നിന്നെ അങ്ങോട്ട് വിടുകയെന്ന് വെല്ലുവിളിച്ച് വാദിക്കുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ പകൽക്കാലം അഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലം ഓപ്പറേഷനുകൾ മാറിപ്പോകുന്നുണ്ട്. ഇന്ന് പകൽ വിടുതൽ ക്ഷണത്തിലേക്ക് രാത്രി പകൽക്കാലം ഇറങ്ങി വരാൻ പോകുന്നുണ്ട്. ഇവിടെ തടസ്സം ചെയ്യുന്ന ദൈവമാ. അതേ പാപം ചെയ്യുമ്പോൾ തടസ്സം ചെയ്യുന്ന ദൈവമാ. പാപം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നിന്റെ വാതിന് തടസ്സമായി നിൽക്കുന്ന ദോഷങ്ങൾ വരുമെങ്കിൽ ആ ദോഷത്തെ മാറ്റി എന്റെ കർത്താവിന് കഴിയും. അതെ, നിന്റെ വിശ്വാസത്തെ ശത്രു ബാധിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം നേരെയാക്കുക എന്റെ കർത്താവിന് കഴിയും. ആമേ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മടങ്ങി വരുവാൻ കഴിയും? നീ പ്രാർത്ഥനയോട് മുന്നോട്ട് വരുമെങ്കിൽ നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം അതേ പ്രാർത്ഥിക്കുന്ന മക്കൾക്കെതിരെ പല വെല്ലുവിളികളും വില്ലുകളും കളികളും ഒരുക്കി തകർത്തുകളെ പദ്ധതികൾ ഒരുക്കുമ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോൾ തീരുമാനമെടുത്താൽ ആ തടസ്സത്തെ വെട്ടിമാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയും. അവേ ദാവീദ് പറയുന്നുണ്ട്, അതേ ഹല്ലേലൂയ, ഒരു സൈന്യം നേരെ പാളയം ഇറങ്ങട്ടെ, ഹല്ലേലൂയ, പരവസമായ വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, ഹല്ലേലൂയ, ഭൂമി കുലുങ്ങി സമുദ്രമത്തി വീഴട്ടെ, ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് എന്തേലും വന്നാലും എന്റെ കർത്താവ് ദോഷം ചെയ്ത ദൈവമല്ല, തടസ്സത്തെ വെട്ടി മാറ്റുക എന്റെ ദൈവത്തിന് കഴിയും. അവനവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം വിചാരിച്ചു, എന്താണ്? അതേ ഹല്ലേലൂയ, ആലയത്തിൽ കടന്നുപോയി പാർക്കണം, ദൈവമായി ബന്ധപ്പെട്ട് ജീവിക്കണം, അവന്റെ മനോഹരത്വം കാണണം. അത് അവനെതിരെയുള്ള അവൻ തീരുമാനമെടുത്തത്. ഹല്ലേലൂയ. ശത്രു പല പരവസമായ വിഷയങ്ങൾ അവനെ അടിച്ചുവിട്ടപ്പോഴും അവൻ പ്രാർത്ഥനയിൽ, പ്രാർത്ഥന വിട്ട് മടങ്ങിപ്പോയിട്ടില്ല. അവൻ പ്രാർത്ഥനയിൽ നിന്നു. നോക്കണമേ, ഹന്നയുടെ ജീവിതത്തിൽ പ്രതികൂലം അടിച്ചുവിട്ടു, തടസ്സം വന്നു. അവളെ ഉദരത്തെ കെട്ടിയ കെട്ടുകൾ ഉണ്ടായിരുന്നു. അവളെ ഭവനത്തിന്റെ ഉള്ളിൽ പല എതിരുകളും പോരാട്ടം തടസ്സം സൃഷ്ടിച്ചു. അവളെ പ്രാർത്ഥനയെ തകർക്കുമ്പോൾ പദ്ധതികൾ വന്നു. എന്നാൽ എന്റെ കർത്താവ് അവൾ ആ പതിവ് പ്രാർത്ഥനകൾ മുടങ്ങാതെ, അവൾ ദൈവമായുള്ള ബന്ധപ്പെടങ്ങാതെ, അവൾ ദൈവസ്ഥൽ മുട്ടുമടക്കുവാൻ തയ്യാറായപ്പോൾ, ഹല്ലേലൂയ, അവളെ ഉദരത്തിന് ചില കെട്ടുകൾ തടസ്സങ്ങൾ ദൈവം പൂർണ്ണമായി എടുത്തു മാറ്റി ദൈവം പ്രവർത്തിക്കുവാനിടയായി. അവൻ ഉദരത്തിലെ ചില ബന്ധനങ്ങളെ തകർത്തു. വർഷങ്ങളായി നാളുകളായി ഗർഭപാത്രം അടച്ചു വെച്ച മേഖലയിൽ നിന്ന് തടസ്സങ്ങളെ വെട്ടിമാറ്റി. പെരുന്നതിനെതിരായി തിരിയാം, മന്ത്രവാദങ്ങൾ നിനക്കെതിരെ വരാം, നിന്റെ ഗർഭത്തെ അടച്ചു വെക്കുന്ന പോരാട്ടങ്ങൾ ഉണ്ടാകാം. എന്നാൽ നോക്കണമേ, ഹല്ലേലൂയ, അവൾ പ്രാർത്ഥനയോട് ദൈവാലയത്തിൽ കടന്നുപോയത് കൊണ്ട്, അവൾ ആരാധനയോട് ദൈവാലയത്തിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതെ, അവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി അവളെ പുറത്തു കൊണ്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കൻ നീ പുറത്തു വരാൻ പോകുന്നു. നിന്നെ ഓപ്പണാക്കി പുറത്തെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത്. ആരോടൊക്കെ ആലോചന വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. മോശെ എന്ന പ്രവാചകനെ തകർക്കും അതിൽ പദ്ധതികൾ ഉണ്ടാക്കി. പക്ഷെ മോശയെ തകർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇവിടെ പറയും, നമ്മൾ എടുത്ത ഭാഗം, യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ എടുത്ത ഭാഗം, അതേ യെശയ്യാവിന്റെ പുസ്തകം 43:13 വായിച്ചത്. അവിടെ പറയുന്നു, അതിന്റെ ആദ്യത്തെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ നിർമ്മിച്ചവനുമായി ഇപ്രകാരം അല്ല ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പേരിൽ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തീയിൽ കൂടി കടന്നാലും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതേ നദിയിൽ കൂടി കടന്നു പോയാലും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവമുണ്ട് കേട്ടോ. യാക്കോബിനെ ദൈവം പുറത്തെടുത്തു. ഹല്ലേലൂയ. ആമേൻ. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു, അവന്റെ പ്രതികളത്തെ മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. നീ പോകുന്ന പാതയിൽ വില്ലുകൾ കുലച്ച് നിനക്ക് തടസ്സങ്ങളായി വെല്ലുവിളിക്കുന്ന വേഗതകൾ ഉണ്ടാകാം. അവിടെ പറയുന്നു, ഭയപ്പെടേണ്ട യാക്കോബേ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. തീ വരാം, പ്രതികൂലങ്ങൾ വരാം, നദികൾ വരാം, പ്രതിസന്ധി നിനക്കെതിരെ കടന്നു വരാം. ദൈവം പറഞ്ഞില്ല, നീ ഭയപ്പെടേണ്ട കേട്ടോ, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുകയാ, നിന്നെ ഞാൻ പേരിൽ വിളിച്ചിരിക്കുകയാ, നിനക്ക് വേണ്ടി അനുകൂലമായി പത്തെ തുറക്കുവാനായിട്ട് പോകുകയാ, നിന്റെ പ്രതികൂലത്തെ ഇന്ന് പകൽക്കാലം വെട്ടിമാറ്റുവാനായിട്ട് പോകുകയാ. ഹല്ലേലൂയ. നോക്കണമേ, നമ്മുടെ ദൈവം ഒരിക്കലും ദോഷം ചെയ്യുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ദൈവം അതേ നമ്മുടെ ജീവിതത്തിലുള്ള ചില പ്രതിസന്ധികളെ മാറ്റിയെടുത്ത് നമ്മെ നേരെയാക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് കഴിയും. ഓരാഗസ്തേരിവർക്കലവാ. എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയും? ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക എത്ര പേർക്ക് കഴിയും? നമ്മുടെ ദൈവം അനന്യനായ ദൈവമാ. നമ്മുടെ ദൈവം എന്നും എന്നേക്ക് കൂടെയുള്ള ദൈവമാ. നിന്റെ പ്രതിസന്ധികൾ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. നിന്റെ ഇന്ന് കാണുന്ന അവസ്ഥകൾ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. നിനക്ക് ആഗ്രഹമാണോ? ദൈവത്തിന് ഒരു വിഷയമല്ല കേട്ടോ. ആമേ. നിനക്ക് പൊട്ടക്കിണറാണോ? ദൈവത്തിന് ഒരു വിഷയമല്ല കേട്ടോ. ആമേ. ആമേനാണ്. മന്ത്രവാദങ്ങളാണോ? എന്റെ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. ഹല്ലേലൂയ. അതേ രഹസ്യദീപർക്കവന്റെ കർത്താവ് പറയുന്നു, നീ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്ത് ദൈവത്തിൽ മുട്ടുമടക്കിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, എന്നോട് അടുത്തു വന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരും, എന്നെ വിട്ടുപോകുന്നവരെ ഓർത്തുകൊള്ളുവിൻ. രഹസ്യദീപർക്കലവ, ഞാൻ നിങ്ങളെ അതേ രഹസ്യം മറന്നുകളയും. എന്നെ വിട്ടു പോകുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അനുകൂലമായി നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ കരം അനുകൂലമായി നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ നാം ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതേ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ നാം മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. അതേ ദാവീദ് പലപ്പോഴും പ്രാർത്ഥിച്ചത് കൊണ്ട്, മോശ പലപ്പോഴും പ്രാർത്ഥിച്ചത് കൊണ്ട്, യോബ് പലപ്പോഴും പ്രാർത്ഥിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, പൗലോസ് പലപ്പോഴും പ്രാർത്ഥിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, കഷ്ടങ്ങൾ വന്നപ്പോഴെല്ലാം ദൈവം അവരെ തടുത്തു നിർത്തുവാനിടയായിത്തീർന്നു. പ്രതികൂലങ്ങൾ വന്നപ്പോഴെല്ലാം ദൈവം അവരെ സഹായിപ്പാനിടയായിത്തീർന്നു. ഹന്ന പലപ്പോഴും പ്രാർത്ഥിച്ചത് കൊണ്ട്
അതേ, പ്രതികൂലങ്ങൾ വന്നതുകൊണ്ടും അവളെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ഹാലേലൂയ. ഇന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? അത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമോ? നിന്റെ തടസ്സങ്ങളെ വെട്ടിമാറ്റണമോ? ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന പോരാട്ടങ്ങളെ അടിക്കണമോ? നീ മുട്ടുമടക്കുവാൻ തയ്യാറാകണം. നിർജീവ പ്രവൃത്തികളെ ജീവിപ്പിക്കുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നിനക്കെതിരെ കടന്നു വരുന്ന വാടകോരുന്ന ശത്രുവിന്റെ മണ്ഡലത്തെ പൊട്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേരകസ്തേരീവർക്കലവയിട്ടാരകസ്തന ഈ സൂമിറ്റിനെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ ആളുകൾ നോക്കാം, നമുക്ക് തുടങ്ങിയ സമയത്ത് തകർത്തുകളെ പദ്ധതി വീണ സിസ്റ്റർ പ്രാർത്ഥിച്ചോ, വീണ ജീസസ് പ്രാർത്ഥിച്ചോ കേട്ടോ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, നീ ഈ സൂമിറ്റി തുടങ്ങിയ സമയത്തെ ആമേൻ പൊളിച്ചു കെട്ടുവാൻ ഇതിനെ തകർത്ത് കളയുവാൻ ഹാലേലൂയ ചില ആൺമിതത്തിലുള്ള പോരുകൾ വന്നു കേട്ടോ. ഹാമേൻ ചില വെല്ലുവിളികൾ വന്നു കേട്ടോ സിസ്റ്റർ. ഹാലേലൂയ. എന്റെ ദൈവം ആലോചന പറയുന്നത് ഇങ്ങനെയാ. ഹാലേലൂയ. ദൈവം തന്നെ ഒരുക്കിയെടുത്തതാ കേട്ടോ. ദൈവം തന്ന സൂമാണ് കേട്ടോ. ദൈവം തന്ന പദ്ധതിയാണ് കേട്ടോ. അതെ, ഇതിനെ പൊളിച്ചു കെട്ടുവാൻ ആർക്കും കഴിയത്തില്ല സഹോദരി. ഹാലേലൂയ. ആമേൻ. പലവട്ട പല വെല്ലുവിളികളായി ശത്രു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇതിനെ പൊളിച്ചു കെട്ടുവാൻ, ഈ സൂമിനെ തകർക്കുവാൻ. ആമേൻ. നിന്റെ പ്രാർത്ഥന ജീവൻ തകർത്ത് കളയുവാൻ, നിന്റെ വിശ്വാസം തകർത്ത് കളയുവാൻ. ശത്രുവായ പല പത്ത് നിനക്കെതിരെ കഴിച്ചു വിട്ടു. ആൺവിധത്തിന് പോരുകൾ വന്നു. അതേ, അസൂയാലുക്കൾ പലപ്പോഴും എഴുന്നേറ്റ് വന്നു. അതേ, നിന്റെ പ്രാർത്ഥന നിന്റെ ആരാധനയും കണ്ട് തകർത്ത് കളയ പദ്ധതികൾ ഒരുക്കി. അല്ല സഹോദരി, അല്ല. ആത്മാവ് ഈ സൂമിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചില വേദികളിൽ നിർത്തുവാനായിട്ട് പോകുന്നു സഹോദരി. അതേ, രഹസ്യ ഈ ദിവസങ്ങളിൽ വിദേശ നന്മകളുടെ കയ്യിലേക്ക് വരും കേട്ടോ. പ്രാർത്ഥിച്ചോ. ഈ സൂമിനെ സഹായിക്കുന്ന വ്യക്തികൾ എഴുന്നേൽക്കും കേട്ടോ. കരം ചലിപ്പിക്കുവാനായിട്ട് പോകുന്നു കേട്ടോ. ഈ നാളുകൾ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോകുന്നു സഹോദരി. പ്രാർത്ഥിച്ചോ. ആമേ. രഹസ്യ ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് ഏതൊക്കെ വ്യക്തികൾ വിദേശത്തേക്ക് പോകുന്ന മുഖാന്തരം ഒരുക്കുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോ. കർത്താവ് കരം ചലിപ്പിക്കുവാനായിട്ട് പോകുന്നുണ്ട്. ഹാലേലൂയ. ഇനി ഒരിക്കലും വിദേശത്ത് പോകത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി ജീവിതങ്ങളെ ഈ ദിവസങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നത് പറഞ്ഞ വ്യക്തി ജീവിതങ്ങളെ ആത്മാവ് പറയുന്നുണ്ട്. ഇതാ നിന്റെ കുടുംബക്കാരൻ ചില വ്യക്തികൾ വിദേശത്തേക്ക് പോകാൻ പോകുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോ. പേപ്പറുകളുടെയും തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് പറയുന്നുണ്ട്, ആ പേപ്പറുകളെ നേരെയാക്കി നിന്നെ പുറത്തെടുക്കുക. നിന്റെ കുടുംബത്തെ പുറത്തെടുക്കുക, തലമുറകളെ പുറത്തെടുക്കുക. എന്റെ ദൈവത്തിന് പദ്ധതിയുടെ ആലോചന വെളിപ്പെടുത്തുകയാ. പ്രാർത്ഥിച്ചോ. നിന്റെ മുമ്പിൽ പ്രതിസന്ധികൾ പകൽക്കാലം കഴിയുന്നുണ്ട്. സാമ്പത്തികം അതിലെ വിഷയങ്ങൾ പലപ്പോഴും നീ കുടുങ്ങിയവളാ. മുന്നേറുവാൻ കഴിയാത്ത അവസ്ഥകൾ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. രാഗസ്ഥേരീവർക്കെല്ലാം സാമ്പത്തിക അതിലെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി കൂടെ ഇരുന്നിട്ടുണ്ട്. ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അനേക കരങ്ങൾ നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കുവാൻ പോകുന്നുണ്ട്. അതേ, സഹോദരങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരം ചലിപ്പിക്കുവാനായിട്ട് പോകുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഇത് ആരംഭിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മുന്നിൽ നിൽക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് പകൽക്കാലം അഴിയുവാനായിട്ട് പോകുകയാ. രാഗസ്ഥേരീവർക്കാൻ തടുക്കുവാൻ രാത്രികാലം ഇന്ന് പകൽക്കാലം അതിനെ തടസ്സം ചെയ്യുവാൻ തടുക്കുവാൻ കർത്താവിനെ കഴിയും. നിനക്കെതിരെ എഴുന്നേറ്റ് വന്ന ഈശാന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ തകർത്തുകൊണ്ട് ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്ന ഒരു പുതിയ വഴി, ഒരു പുതിയ കൃപ, ഒരു ശുശ്രൂഷയുടെ പുതിയ തലത്തിലേക്ക് ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ട് പോകുന്നു കേട്ടോ. ആമേൻ. ആമേൻ. 2025 പോലെയല്ല സിസ്റ്റർ, 2026 ശുശ്രൂഷയുടെ പുതിയ തലത്തിലേക്ക്. ഹല്ലേലൂയ. ഒരു പുതിയ ശുശ്രൂഷയുടെ ഒഴുക്കിലേക്ക്. ഹല്ലേലൂയ. ഇവർക്ക് തന്നെ എടുത്ത് ഉപയോഗപ്പെടുത്തുക. ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അനേക വിടുതലുകൾ നിന്റെ നാവിൽ നിന്ന് കടന്നു വരാൻ പോകുന്നുണ്ട്. അനേക രോഗബന്ധം അഴിയുവാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഈ സൂമിൽ വലിയ അനേക ആത്മാക്കൾ കടന്നു വരുവാൻ പോകുന്നുണ്ട്. വലിയൊരു ഒഴുക്ക് സംഭവിക്കുവാനായിട്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒട്ടും ഒന്നുമില്ല കേട്ടോ സിസ്റ്റേ. പ്രാർത്ഥിച്ചോ. ഈ ദിവസം ഇതിനെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നുണ്ട് കേട്ടോ. എതിരായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെ തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും കേട്ടോ. ദൈവം നിനക്ക് സഹായകനായി കൂടെയുണ്ട്. ഇതിനെ പൊളിച്ചു മാറ്റാൻ ആർക്കും കഴിയത്തില്ല. തടസ്സം ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് ദൈവം ആലോചനക്കാരെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്റെ സമയം തീരാറായിട്ടുണ്ട്. ആമേൻ. ഞാൻ ദൈവകരങ്ങൾ കൊടുത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുകയാ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വചനപ്രകാരം പറയുവാൻ കഴിയും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ബെനഡിക്ട് മാത്യു എന്ന സഹോദരനോട് പറയുന്നു, അതേ സഹോദര, നീ പലപ്പോഴും ബിസിനസ് ചെയ്യുന്നതെങ്കിലും ഒരു പൂർത്തീകരണം കാണുവാൻ കഴിയുന്നില്ല കേട്ടോ. എന്റെ ദൈവം നിന്റെ ബിസിനസ് ദിവസങ്ങൾ വർദ്ധിപ്പിക്കാൻ കർത്താവിന് കഴിയും. പലതും പൂർത്തീകരിപ്പാൻ നോക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് പൊളിച്ചു മാറുന്നത് പോലെ. ഹല്ലേലൂയ. നിന്റെ കൈവിട്ടു പോകുന്നത് പോലെ, കയ്യിൽ വന്ന നന്മകൾ പലപ്പോഴും കൈവിട്ടും നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ചില വഴികൾ നിനക്ക് വേണ്ടി പലപ്പോഴും ശത്രു ഒതുക്കി വെക്കുന്നുണ്ട്. ആത്മാവ് ഇന്ന് പറയുന്നുണ്ട്, സഹോദര പ്രാർത്ഥിച്ചോ. നിന്റെ കയ്യിലേക്ക് ഇത് വരുമാനങ്ങൾ വരും കേട്ടോ. ആമേൻ. പലതും വന്നു കയറിയത്, എന്നാൽ നീ അറിയാതെ പലപ്പോഴും നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ ദൈവം ആലോചന പറയുന്നത് ഇങ്ങനെ, സഹോദര, അതേ നീ പ്രാർത്ഥിച്ചോ. നിന്റെ ബിസിനസിനെ ഒന്ന് വർദ്ധിപ്പിക്കുക. ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനെ ആയിത്തീരണം, പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നത് പലപ്പോഴും ആഗ്രഹിച്ച് നിൽക്കുന്നതാ. പക്ഷേ നീ അറിയാതെ കയ്യിൽ തട്ടിമാറ്റുന്ന പോലെ പ്രതിസന്ധികൾ ഇങ്ങനെ സൃഷ്ടിക്കാറുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. സമയമാകുമ്പോൾ നിനക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള നിലവാരത്തിലാക്കുന്നുണ്ട് കേട്ടോ. അതിനെ ആത്മാവ് പറയുന്നുണ്ട്, ദൈവം നിനക്ക് വേണ്ടി പുതുവഴി തുറന്ന് നിനക്ക് ദോഷമായി നിൽക്കുന്ന ബന്ധനങ്ങളെ വെട്ടിമാറ്റി ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ.
നിന്നെ ആരൊക്കെ ഒതുക്കിയിട്ടുണ്ടോ? എവിടൊക്കെ നിനക്ക് ശാപമായി എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ? നിന്നെ തകർക്കുവാൻ ആരൊക്കെ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടോ? നിന്റെ ബിസിനസിന് തകർത്ത് കളയുവാൻ കണികളും മലകളും ഒരുക്കി ആവേ ഓരാഗസ്റ്റ് ഒരു പുതിയ ബന്ധാവിലേക്ക് തന്നെ എടുത്തുയർത്തുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച സാഹചര്യം നീ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആത്മാവെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 2026 കുറിച്ചിട്ട് പ്രാർത്ഥിച്ചു സഹോദര. 5-ാമത്തെ മാസം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുവാൻ പോകുന്നു. ശത്രു അടച്ചു വെച്ച പന്താവിനെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി ഇന്ന് പകൽക്ക് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സമയമായിട്ടുണ്ടെന്ന് ദൂത് വെളിപ്പെടുത്തുകയെ പ്രാർത്ഥിച്ചോ. ആ വരുമാനം ഇതാ വരാൻ പോകുന്നു കയ്യിലേക്ക്. ആ നന്മ ഇതാ വരാൻ പോകുന്നു. നീ അനുഭവിക്കുവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൽസി ജോൺ പ്രാർത്ഥിച്ചു. എൽസി ജോൺ അതെ നിനക്ക് വേണ്ട പുതിയൊരു വഴി, പുതിയൊരു ബന്ധാവ്, അതെ പുതിയൊരു നടക്കുവാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ. സഹോദരി പ്രാർത്ഥിച്ചോ. കർത്താവ് ദിവസം ഒതുക്കിയുടെ മത്തി മാനിക്കുവാനായിട്ട് പോകുന്നു. നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന ശാപത്തിന്റെ അഴിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തിൽ ബന്ധനങ്ങളെ തകർക്കുന്നുണ്ട്. നിന്റെ വാദം തടസ്സം നിൽക്കുന്ന പോരാട്ടങ്ങളെ അഴിക്കുന്നുണ്ട്. ആത്മാവ് നിനക്ക് വേണ്ടി പുതിയ വഴിത്തിരിവ് തുറക്കുവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ദൂരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവ് പറയും നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ പോകുന്നു. സഹോദരി പ്രാർത്ഥിച്ചോ. നിന്ന് കാണുന്ന അവസ്ഥകളെ മാറ്റിയെടുത്ത് നിന്നെ ഒന്നുകൂടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുക എന്ന് ദൈവത്തിന് പദ്ധതിയുള്ള ആത്മാവ് ദൂത് പറയുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഓറാഗസ്ത് ഇവിടെ പറയുന്ന വചനം അത് ദൈവം നിനക്ക് അത് തടസ്സത്തെ മാറ്റുവാനായിട്ട് പോകുന്നുണ്ട്. അത് തടസ്സത്തെ മാറ്റി പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നുണ്ട്. അത് നീ വെള്ളത്തിൽ കൂടി കടന്നുമ്പോൾ, അതെ നീ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ, നദികളിൽ കൂടി കടന്നു പോകുമ്പോൾ നിനക്കതിലെ പ്രതികൂലങ്ങൾ കൈവിട്ടാലും ശരി ആ തടസ്സങ്ങളെ മാറ്റി പുറത്തു കൊണ്ടുവരുക എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ശത്രുക്ക മേശക വേദനകൾ ദൈവത്തിൽ നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിലായതുകൊണ്ട് തീക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ തടസ്സത്തെ വെട്ടിമാറ്റുവാനിടയായി തീർന്നു. പത്രോസ് കാരാഗൃഹത്തിന്റെ ഉള്ളിലേക്ക് കിടന്നുറങ്ങിയപ്പോൾ അവനെ യാക്കോബിനെ കൊന്നതുപോലെ കൊന്നു കളയുവാൻ പദ്ധതികൾ ഒരുക്കി. പക്ഷെ ദൈവം അതിനെ മാറ്റിക്കളഞ്ഞു. അതെ പുതിയൊരു റൂം, അതെ പുതിയൊരു വാദം തുറന്നു, സ്വതവേ തുറന്നു. അവൻ പുറത്തിറങ്ങി. സ്തോത്രം നോക്കണമേ. ആ തടസ്സത്തെ മാറ്റി ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതെ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്കെതിരെ വന്ന തടസ്സങ്ങൾ സമയത്ത് മാറ്റുവാൻ, തക്ക സമയത്ത് മാറ്റി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ നീ ആരാധിക്കുന്നത് കേട്ടോ. ആമേൻ. ഇന്ന് പകൽക്കാലം നിർത്തുവാൻ ആഗ്രഹിക്കുകയാ. ദൈവകരം ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ദൈവകരം ഒന്ന് വിട്ടുകൊടുത്താക്കെ. നിനക്ക് ദോഷം രാത്രികാലം അത് ഇത് പകൽക്കാലം അഴിയുന്നു. ദൈവം തിന്മ ചെയ്യുന്നത് മതിയാക്കും. നന്മ ചെയ്യാൻ പഠിപ്പിൻ. പാപം ചെയ്യാതിരിപ്പിൻ പഠിപ്പിൻ. അതെ പാപത്തിലേക്ക് പോകാതെ, ദോഷമായി നിരൂപിക്കാതെ. ഹല്ലേലൂയ. നിനക്കത് കണികളും വലകളും എഴുന്നേറ്റ് വരുന്ന മാനസികതയുണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട. നീ ഒന്ന് മുട്ടുമടക്കി മൗനമായി നിന്നുകൊണ്ട് അടച്ച് ദൈവത്തിൽ കരയുവാൻ തയ്യാറാണെങ്കിൽ നിനക്കത് വരുന്ന മന്ത്രവാദങ്ങളെ തകർത്തതിനെ പുറത്തെടുക്കുക എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. സ്തോത്രാമേരഗസ്തേ. എന്റെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാ. തക്ക സമയത്ത് പതിനിപ്പശയത്തിൽ അഴിക്കുന്നവനാ. പോക്ക് വഴി ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിന് വാഹനം മാറ്റിക്കളയുകയാണ്. ആ മേഖലയെ ഗൾഫ് യാത്രയെ തടഞ്ഞ, പലപ്പോഴും തടസ്സം ചെയ്ത വിദേശ യാത്രയെ തടഞ്ഞ ചില പോരുകളെ ഇന്ന് പകൽക്കാലം അഴിക്കുകയാ. ഹല്ലേലൂയ. നിന്റെ യാത്രയെ തടഞ്ഞത്, നിന്റെ വിദേശ യാത്രയെ തടഞ്ഞത്, നിനക്കെതിരെ എഴുന്നേറ്റ് വരുന്ന മാന്ത്രിക കെട്ടുകള് ഇന്ന് പകൽക്കാലം അഴിക്കുവാനായിട്ട് പോവുകയാണെന്ന് ദൂത് വെളിപ്പെടുത്തുകയാ. ഓരാഗസ്തേ ഏറ്റെടുത്ത് ആരൊക്കെ ഇത് ഏറ്റെടുക്കുവാൻ കഴിയുമോ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ വന്നം പറയുന്നത് ഇങ്ങനെയാ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഇന്നും ഞാൻ ദൈവം തന്നെ. ഇന്നും ഞാൻ അനന്യൻ തന്നെ. ഹല്ലേലൂയ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവൃത്തിക്കും ആർത്തടുക്കും. ഹല്ലേലൂയ. നോക്കണമേ. ഹല്ലേലൂയ. യാക്കോബേ നീ പേടിക്കണ്ട. നിന്റെ യാത്രയിൽ ഞാൻ കൂടെയുണ്ട്. നിന്റെ യാത്രയിൽ ആർക്കും നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നിന്നോടുകൂടെ ഞാനുണ്ട്. കോരശിനോട് ദൈവം പറയുന്നുണ്ട്. അതേപോലെ പ്രതികൂലങ്ങളോട് നീ പേടിക്കണ്ട കേട്ടോ. ഞാൻ നിന്റെ മുമ്പായി ചെന്നിതാ ദുർഗണങ്ങളെ സൗമാക്കുവാൻ, താമ്രവാദികളെ തകർത്തുകൊണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങുവാനായിട്ട് പോകുന്നുണ്ട്. ശരീരം പോലെ ആ പോലെകളെ തകർക്കുവാൻ താമ്രവാദനക്കെതിരെ ഉണ്ടെങ്കിൽ അതിനെ തകർത്ത് കളഞ്ഞ് ഹോരാഗസ്തേ ഉന്നെ പുറത്തിറക്കുക ദൈവത്തിന് കഴിയുമെന്ന് ആലോചന വെളിപ്പെടുത്തുമ്പോൾ കോരശ് അവിശുദ്ധനായ കോരശിനെ തകർത്തുകളെ പദ്ധതികൾ ഒരുക്കിയപ്പോൾ ദൈവം പറഞ്ഞ കോരശേ നിനക്ക് മുമ്പായി ഞാൻ ഇതാ പോകുന്നുണ്ട്. ഹല്ലേലൂയ. നിനക്കെതിരെ പ്രതികൂലം തകർത്തുകൊണ്ട് പുറത്തെടുക്കുക. എന്റെ ദൈവത്തിന് ഹല്ലേലൂയ. ഒന്നുകൂടെ വിളിച്ചു കാണി നിലവാരത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. രഹസ്യേ ആമത്തിട്ട് പൂട്ടിയതിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, ബന്ധിക്കപ്പെട്ട അവസ്ഥകളെ മാറ്റുവാൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. രഹസ്യേ കുറച്ചെന്ന് പ്രാർത്ഥിച്ചോ. ഇന്ന് മകൾക്ക് എത്രവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. ദൈവം നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടമേളകളെ മാറ്റി, തടസ്സങ്ങളെ വെട്ടിമാറ്റി അവേ നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്നാ ഞാൻ പടക്കൂടി നേരെ പാഞ്ഞെല്ലും, നിന്നാ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ.
അവരെ തകർത്തുകളെ ശൗൽ വന്നു. അതേ പരോസമായ വിഷയങ്ങൾ വന്നു. പക്ഷെ ദാവീദ് പറയുന്നു, ഇതാ ഞാൻ പടക്കുതിരെ പാഞ്ഞലുവാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ പടക്കുതിരെ പാഞ്ഞ തീരുമാനമെടുക്കുന്നു. ഞാൻ മതിച്ചാടി കിടക്കുവാൻ തീരുമാനമെടുക്കുന്നു. ആമേൻ. എന്റെ ദൈവം എന്നും എന്നേക്കും അന്യനാ. അവനൊരു വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ദൈവമായ യഹോവ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രമേ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം മാറാത്തതായത് കൊണ്ടാണ്, ദൈവത്തിന്റെ വാക്ക് നിറവേറ്റുന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഒരു പ്രതിസന്ധി വരാതെ നിന്നെ ദൈവം കാത്തു പരിപാലിക്കുന്നത്. അവിടെ വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അല്ലയോ യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന് ദയ ഒന്നുകൊണ്ട് മാത്രമാ. ആമേ. പലപ്പോഴും മുറിവുകൾ, അത് ഉണങ്ങാത്ത അവസ്ഥയിൽ, മുറിവുകൾ പലപ്പോഴും രക്തമാർന്നു പോകേണ്ട അവസ്ഥകളായിരിക്കുമ്പോൾ നിന്റെ മുറിവുകളെ കെട്ടി ഉണപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. എത്ര വലിയ ഭാരത്തോടുകൂടിയാണ് നീ സൂമിറ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം പറയുന്നു, നിന്റെ ഭാരത്തെ ദൈവം ഇറക്കി വെക്കുക. ഹല്ലേലൂയ. അവൻ ആ തടസ്സത്തെ വെട്ടിമാറ്റി നിന്നെ ഇന്ന് പരിഹാരത്തോട് അയക്കുവാൻ, അതെ കുറവുകളെ പരിഹരിച്ചതിനെ പുറത്തെടുക്കുക എന്റെ ദൈവത്തിന് കഴിയും. കാനാവിലെ കല്യാണ വീട്ടത്തിൽ കുറവ് വന്നു. അതെ കാനാവിലെ കല്യാണ വീട്ടിൽ തടസ്സം വന്നു. വീഞ്ഞു തീർന്നു പോയ തടസ്സം വന്നു. പകുതി വഴിയിൽ വെച്ച് അതേ പൂർത്തീകരണം കാണുവാൻ കഴിയ തടസ്സം വന്നു. ദൈവം അവന് വേണ്ടി വഴി തുറന്നു. ഹല്ലേലൂയ. അതേ തടസ്സം വന്ന മേഖലയിൽ നിന്ന് ആക്കി കൊടുത്തു. തടസ്സങ്ങൾ ദൈവം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. അസാധ്യമായ ചില മണ്ഡലങ്ങളിലേ കടന്നു വന്നപ്പോഴും അസാധ്യമായ മണ്ഡലങ്ങളെ സാധ്യമാക്കി ദൈവം പുറത്തോട് കൊണ്ടുവരടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല കേട്ടോ. ദൈവം ഒന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് നിന്ന് കഴിഞ്ഞാൽ, ദൈവത്തിന് നിൽക്കുന്ന ദൈവം തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ ഒരു ഭാഗത്ത് പറയുന്നു, അവന്റെ ഉദ്ദേശം അസാധ്യമെന്ന് അറിയുന്നു. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ദൈവം നമുക്ക് വേണ്ടി നഷ്ടപ്പെട്ട ഇരട്ടി തരുവോ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എത്രവർക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിർത്തുവാൻ തീരുമാനമെടുക്കുന്നു. എന്റെ ദൈവനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി നിൽക്കുന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അതേ നീ കാലഘട്ടത്തിലായിരുന്നാലും പുറത്തു കൊണ്ടുവരുന്ന കർത്താവിന് കഴിയും. നീ ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നാലും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ചില പോലീസ് കേസുകൾ, അത് കേസുപരമായ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം അറിയുകയാ. ചില ഗൾഫ് യാത്രകൾ തുടക്കുന്നത് ക്രമീകരിക്കുവാനായിട്ട് പോകുന്നു. നിന്റെ വിസയുടെ തടസ്സങ്ങൾ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ആമേൻ. ഇന്ന് ആട്ടിലേക്ക് ദൂത് പറയുന്നുണ്ട്, വിസയുടെ തടസ്സങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അതെ, ചില വ്യക്തികൾ വിദേശ രാജ്യങ്ങൾ പോകുവാൻ പോകുന്നു. ചില ഓപ്പറേഷനുകൾ മാറിപ്പോകുന്നു. ചില ക്യാൻസറുകൾ മാറുന്നു. ചില മുഴകൾ മാറുന്നു. അതെ, ഇത് ഏറ്റവും രോഗമുള്ള സ്ഥാനത്ത് കൈവച്ചിട്ട് പറ, ഇന്ന് പകർക്ക് തന്നെ ഭാരത്തെ മാറ്റി, തടസ്സത്തെ മാറ്റി, ചില ഓപ്പറേഷനുകൾ മാറ്റി. അതെ, ഡോക്ടർമാർ നിനക്ക് വേണ്ടി അതെ അനുകൂലമായ ഒരു പദ്ധതി പേപ്പറിൽ എഴുതി കുറിക്കുവാനായിട്ട് പോകുന്നുണ്ട്. നാളെ നിനക്ക് ഓപ്പറേഷൻ വേണമെന്ന് പരിഹരിച്ച വിഷയങ്ങളാണെങ്കിൽ ആത്മാവ് ഇന്ന് പകൽക്കാലം പറ, എന്റെ ദൈവം അനുകൂലമായി എനിക്ക് കൂടെയുണ്ട്. ആ തടസ്സത്തെ നിന്ന് വെട്ടിമാറ്റുകയാ. നിന്റെ കിഡ്നി കംപ്ലൈന്റുകൾ മാറിപ്പോകുന്നു. നിന്റെ സ്റ്റോക്ക് നിന്ന് മാറിപ്പോകുന്നു. ഹല്ലേലൂയ. നിന്റെ മുഴകളെ ഇന്ന് മാറ്റുന്നുണ്ട്. നിന്റെ യൂട്ടസിനെ വെല്ലുവിളിക്കുന്ന, വാദിക്കുന്ന, അതിനെ തകർത്ത് കളയുവാൻ, അതിനെ പുറത്തെടുക്കുവാൻ, രഹസ്യത്തെ നിന്റെ യൂട്ടസിനെ അത് തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന ദുഷ്ടവ്യാപാര ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിയുകയാ. നെഞ്ചിനകത്ത് അസ്വസ്ഥ ഇടുവാൻ വെല്ലുവിളിച്ച് പോരാടി വരുന്ന രോഗശക്തി അഴിയുകയാ. നിന്റെ ഉദരത്തിലെ കെട്ടുകളെ വെട്ടിമാറ്റുവാനായിട്ട് പോകുകയാ. ഇതിൽ ഓപ്പറേഷൻ ശരീരങ്ങളെ വിട്ട് മാറുകയാ. ശുശ്രൂഷക്കെതിരെ എഴുന്നേറ്റ് വരുന്ന തടസ്സങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുകയാ. നിന്റെ മിനിസ്ട്രിക്കെതിരെ വെല്ലുവിളിച്ച് വരുന്ന ദോഷങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുവാനായിട്ട് പോകുകയാ. ചില പതിനീപ്പ് ശക്തിയെ തകർക്കുവാനായിട്ട് പോകുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ആത്മീയതയെ ബന്ധിക്കുന്ന, നിന്റെ ഉയർച്ചയെ ബന്ധിക്കുന്ന, നിന്റെ വാദന തടസ്സമായി നിൽക്കുന്ന, ഹല്ലേലൂയ, നിന്റെ ഡോറുകൾക്ക് ഓപ്പണായ ഡോറുകൾ തുറക്കുവാൻ കഴിയാതെ നീണ്ടുപോകുന്ന വിഷയങ്ങളാക്കി തീർക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നു. ആത്മാവ് പറയുന്നു, ചില പുതിയ ഡോറുകൾ, പുതിയ വാതിലുകൾ ഇതാ ചില വ്യക്തികൾക്ക് വേണ്ടി 2026 ഒരുക്കുവാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. തടസ്സങ്ങൾ വെട്ടിമാറ്റി നിന്നെ പുറത്തെടുക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. അനന്യായ ദൈവമാ നമ്മുടെ ദൈവം. അവൻ ദീർഘക്ഷമുള്ള മഹാദേവ ദൈവമാ. അവൻ പ്രവർത്തിക്കുന്നവനാ. കനാന്യ നിനക്കെതിരെ വന്നാലും, അതേ കടിച്ചു കീർന്ന ചെന്നാക്ക് നിനക്കെതിരെ കടന്നു വന്നാലും, കനാൻ ദേശം കാണുവാൻ കഴിയത്തുന്ന പതിരിപ്പ് ശരി പറഞ്ഞാൽ ശരി, നീ കനാൻ ദേശം കാണും. ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ തക്ക സമയം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ആ മേരകസ്ഥവർക്ക് ഇത് വിശ്വാസമുണ്ട്. ഹിസ്കിയാവിനെ മരിച്ചു പോകേണ്ടവനല്ല. അവൻ മുഖം നേരെ തിരിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആയുസ് തിരിച്ചു കൊടുത്തു. കടലിന്റെ അവസ്ഥയ്ക്ക് മറുപടി കൊടുത്തു. അനുകൂലമായ ഒരു പദ്ധതി അവൻ തുറന്നു കൊടുത്തു. ചില മരണകരമായ കെട്ടുകളെ പൊട്ടിച്ചു മാറ്റി ദൈവം അവനെ പുറത്തെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്റെ മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ ആയുസിന് തകർത്തുകളെ പതിയിരിക്കുന്ന മാനുഷികമായ ബന്ധനങ്ങളെ തകർക്കുവാൻ നിനക്കെതിരെ കടന്നു വരുന്ന മരണകരമായ ചില കെട്ടുകളെ പൊട്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഇവർക്ക് തക്ക സമയത്ത് മരണത്തെ മാറ്റുവാൻ, തക്ക സമയത്ത് മരണത്തെ മാറ്റുവാൻ, പതിരിപ്പ് തകർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. എന്ന് ഒന്നേക്ക് അതിനായി കൂടെ ഉള്ളപ്പോൾ ഞാൻ പേടിക്കണ്ട, ഭയപ്പെടേണ്ട. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയുമില്ല. പെറ്റുതല മാറിപ്പോയാലും മറക്കാത്ത ദൈവം നിന്നോട് കൂടെ. നിന്റെ സാഹചര്യം അനുകൂലമാകുന്നു. അതുകൊണ്ട് യാക്കോബിന് പേടിക്കണ്ട. നീ പോകുന്ന യാത്രയിൽ ദൈവമുണ്ട്.
ഇന്ന് പകൽക്കാലം ദൈവം തടസ്സങ്ങളെ വെട്ടിമാറ്റുകയാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നീ ഇനി പാപം ചെയ്യുവാൻ പാടില്ല, ദോഷത്തിലേക്ക് പോകുവാൻ പാടില്ല. ദൈവം വിലക്കുകയാ, നീ അങ്ങോട്ട് പോകണ്ട. അവിടെ ചില പതിയിരിപ്പ് ശക്തികളുണ്ട്. ദൈവം കാക്കുവരുടെയായി നിർത്തുവാൻ ആഗ്രഹിക്കുകയാ. ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു, ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നു. നിങ്ങളോടൊക്കെ ശക്തമായി വിളിച്ചു വെളിപ്പെടുത്തുവാനിടയായി. ഈ സൂം മീറ്റിംഗ് ദൈവം അനുഗ്രഹിച്ചു. ഈ രാത്രി ഈ മോർണിംഗ് പ്രേ അനുഗ്രഹമാക്കി തീർത്തു. ഇതുകൊണ്ട് നിങ്ങൾ മുമ്പിൽ നിൽക്കുവാൻ സർവ്വസ്നാ ദൈവം അവസരം ഒരുക്കി നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗിന് ക്ഷണിച്ച പ്രിയ കർത്തദാസിയുള്ള എല്ലാവരുമായ നന്ദിയും അതിനോട് ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ക്ഷണിച്ച ദാസിക്ക് പ്രത്യേക പിന്നെയും നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രവർത്തനങ്ങൾ പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ ഓർത്തും പിന്നെയും ഞങ്ങൾ സഭയെ ഓർത്തും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഓർത്തും അതിൽ ഓർത്തുന്ന ആളുകൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്ക് ഇന്നത്തോളം സമയം വേർതിരിച്ചിട്ടത്തോളം നിങ്ങൾ മുമ്പ് നിൽക്കുവാൻ അവസരം വെക്കുക. സർവകൃപാലുവായ ദൈവത്തിന് എല്ലാവരുമായ നന്ദിയും ഒന്നുകൂടി ദൈവത്തെ പൂഴ്ത്തി ദൈവസ്ഥ ഞാൻ താനിരിപ്പാൻ ആഗ്രഹിക്കുകയാ. ഇതിലേക്ക് ക്ഷണിച്ച കർത്താസിക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റേതായ ഈ പ്രസംഗത്തിന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.